ഈ സെഷനിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും ജ്ഞാനത്തിന്റെ ആനന്ദം ഉണ്ടാവട്ടെ. എന്താണ്? ജ്ഞാനത്തിന്റെ ആനന്ദം, അറിവിന്റെ ആനന്ദം ഉണ്ടാവട്ടെ, സന്തോഷം ഉണ്ടാവട്ടെ. ഞാൻ അടങ്ങുന്ന നമ്മളെല്ലാവർക്കും അറിവിന്റെ സന്തോഷം ഉണ്ടാവട്ടെ എന്ന് ആശിക്കുകയാണ്, ആശംസിക്കുകയാണ്. സെഷൻ തുടങ്ങുകയാണ്. എത്ര ആളുകളാണ് എത്തിയിട്ടുള്ളത്? ഓക്കെ, മലേഷ്യ സൂചിപ്പിച്ച പോലെ, അബ്ദുറഹ്മാൻ സാഹിബ് സൂചിപ്പിച്ച പോലെ, ഒരു വിഷമം വരുമ്പോ, ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു സംഭവം വരുമ്പോ വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത രൂപത്തിലാണ് അത് ഫീൽ ചെയ്യുക. എന്തുകൊണ്ടാണത്? മെസ്സേജുകൾ വരികയാണെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് റീഡ് ചെയ്ത് തരണേ. കാരണം എനിക്ക് ചെറിയ ഫോണാണ്, അപ്പോൾ അടുത്തേക്ക് വന്ന് നോക്കേണ്ടി വരും. ആരെങ്കിലും മെസ്സേജുകൾ എന്തെങ്കിലും വരികയാണെങ്കിൽ ആരെങ്കിലും ഒരാൾ റീഡ് ചെയ്ത് തരണം. സെഷൻ തുടങ്ങാണ്. സെഷൻ കേൾക്കുവാൻ തയ്യാറുള്ള ആളുകളൊന്ന് ജസ്റ്റ് യെസ് എന്ന് പറയും. നിങ്ങൾ മനസ്സുകൊണ്ട് തയ്യാറായോ? മനസ്സുകൊണ്ട് തയ്യാറായെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യും. ഒരു 3 ആൾ യെസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെഷൻ തുടങ്ങും. യെസ്, റയീസ്, ഓക്കെ, 1+, ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു, ജസാക്കല്ലാഹ്. ഇതൊരു ഫ്രീ വെബിനാർ ആണ്. നിങ്ങളെ ചൂണ്ടയിട്ട് പിടിക്കുകയാണ്, അഥവാ വലിയൊരു സാഗരത്തിലേക്ക്, വലിയൊരു കടലിലേക്ക് നിങ്ങളെ ക്ഷണിക്കുക. അറിവിന്റെ ജ്ഞാനമാനന്ദം അനുഭവിക്കുന്ന വലിയൊരു കടലിലേക്ക് ക്ഷണിക്കുക. അപ്പൊ മലേഷ്യയുടെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ച പോലെ, ഒരു വിഷയം വരുമ്പോ ഒരാൾക്ക് ഉണ്ടായ പോലെയല്ല വേറെ ആൾക്ക് ഉണ്ടാവുന്നത്. ഒരാൾക്ക് അതൊരു വിഷയമേ അല്ല, വേറെ ആൾക്കത് ഭയങ്കര സംഭവമാണ്. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ കോഴ്സ് കഴിഞ്ഞ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ മകൻ മരണപ്പെട്ടു പോയി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി തന്റെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് വെള്ളത്തിൽ വീണ് മരിച്ചു. അതിനെ അദ്ദേഹം ഉൾക്കൊണ്ടു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ വൈഫും അതിനെ ഉൾക്കൊണ്ടു. നമ്മൾ അവരുടെ വീട്ടിൽ പോയിരുന്നു, അവരോട് സംസാരിച്ചു. നമ്മൾ നല്ല ബന്ധമുള്ള ആൾക്കാരാണ്. എന്നാൽ ഇതിന്റെ ചെറിയൊരു അംശം വിഷമം വന്ന ആളുകൾക്ക് പോലും അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ചിലർക്ക് ചില സംഭവങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നു, ചിലർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഒരേ സാധനം വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത ലെവലിലാണ് അത് ഫീൽ ചെയ്യണത്. വളരെ സിമ്പിളാണ്. ഇതെന്താ വായിക്കുക? കാണുന്നുണ്ടോ? ഒന്ന് ടൈപ്പ് ചെയ്താണ്ട് എന്താ വായിക്കുക? 4 അക്ഷരങ്ങൾ, 4 ലെറ്റേഴ്സ് ആണ്. വെരി ഗുഡ്. ABCD, ഷംസുദ്ദീൻ, സഫാന ഷെരീഫ്, ABCD എന്നാണ് അല്ലെ? ഒരു സംശയമില്ല, ABCD. ഓക്കെ, ഗുഡ്സ്. റിയാസ് പഴുവിൽ എല്ലാവരും എഴുതിയിട്ടുണ്ട് ABCD എന്നാണ്. വെരി ഗുഡ്. സുഹറ, സെൽവ, വളരെ സന്തോഷം, നിങ്ങൾ എല്ലാവരും കാണാൻ കഴിയുന്നില്ല. റിസ്വാന, വെരി ഗുഡ്, താങ്ക് യു, ജസാക്കല്ലാഹ്. ABCD എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇനി ഞാൻ വേറൊരു സാധനം കൂടി കാണിക്കുകയാണ്, അത് നിങ്ങൾ വായിക്കണം. കറക്റ്റ് ആയിട്ട് തന്നെയാണോ നിങ്ങൾക്ക് കാണുന്നുള്ളത്? ആയിരിക്കുമെന്ന് കരുതുന്നു. ഇതെന്താ വായിക്കുക? വെരി ഗുഡ്. 12, 13, 14, 15. ആയിവ. സഫാന ഷെറിൻ എഴുതിയിട്ടുണ്ട്, അബ്ദുൽ ജമാൽ എഴുതിയിട്ടുണ്ട്, റിയാസ് പഴുവിൽ എഴുതിയിട്ടുണ്ട്, എല്ലാവരും എഴുതിയിട്ടുണ്ട്, സെൽവ എഴുതിയിട്ടുണ്ട്, സുഹറ എഴുതിയിട്ടുണ്ട്. വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾ പങ്കെടുക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷം. ആക്റ്റീവായ പാർട്ടിസിപ്പന്റിനാണ് എന്തും കൊടുക്കാൻ കഴിയുക. കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിൽ തളക്കും. അത് അവർക്ക്, ചില ആളുകൾ ക്ലാസ്സിലും സെഷനിലൊക്കെ ഇരിക്കും, ഇങ്ങനെയൊക്കെ ഭയങ്കര ഗമയില്, ഭയങ്കര സംഭവത്തില്, അല്ലേ? അത് അവർക്ക് ഉപകാരപ്പെടും. പങ്കെടുക്കണം വെച്ചാൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഗുണം ഉണ്ടാവുക. ക്ലാസ് എടുക്കുന്ന ആൾക്കല്ല, നമ്മൾക്കതിൽ ഗുണം ഉണ്ടാവണമെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് പങ്കെടുക്കണം. ഈ ഒരു സാധനം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ഏതെങ്കിലും സെഷനിൽ പോയി ഇരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പോകരുത്. നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത, താല്പര്യം ഇല്ലാത്ത ഒരു സെഷനിൽ നമ്മൾ പോകരുത്. നമുക്ക് തോന്നുന്നത് അത് വേർത്ത്ലെസ് ആണ്, അതൊരു കാര്യമില്ല, വെറുതെ സമയം കളയാണ്. അങ്ങനത്തെ ഒരു സെഷനിൽ നമ്മൾ പോകരുത്. നമ്മളൊരു സെഷനിൽ അത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നമുക്കത് ബോധ്യം വന്നിട്ട് ഒരു സെഷനിൽ പങ്കെടുക്കാൻ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് അത് കൊച്ചുകുട്ടിയെ പോലെ. ഇപ്പം ഒരു
ഒരു സെഷനിൽ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ റിപ്ലൈ ചെയ്യാൻ പറയും. ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ നമ്മൾ അതിൽ ആൻസർ ചെയ്യാൻ പറയും അല്ലെ? ആൻസർ ചെയ്യാൻ പറയുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ എഴുതുള്ളൂ. അത് ഡെഡിക്കേഷനെയാണ് അത് സൂചിപ്പിക്കുന്നത്, സന്നദ്ധതയാണ് സൂചിപ്പിക്കുന്നത്. അതാണ് റിസൾട്ട് ഉണ്ടാക്കുക. ഭയങ്കര അറിവുള്ള ആൾക്കാരൊക്കെ മിണ്ടാതെ ഇങ്ങനെ നിൽക്കും. ആ മിണ്ടാതൊക്കെയല്ല ഒരു കാര്യം ഉണ്ടാവില്ല. ശരിക്കും കാര്യം ഉണ്ടാവുക സജീവമായിട്ടുള്ള പങ്കാളിത്തത്തിനാണ് ഗുണം ഉണ്ടാവുക. ഇതിനൊരു ഇടയിലൊരു പോയിന്റ് പറഞ്ഞതല്ല, നിങ്ങൾ പ്രതികരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മൾ ഏത് സെഷനിൽ നമ്മൾ പങ്കെടുക്കണമെങ്കിൽ നമ്മൾ ആക്റ്റീവായിട്ട് പങ്കെടുക്കണം, അല്ലെങ്കിൽ പങ്കെടുക്കരുത്. നോക്കൂ നിങ്ങൾ, ഞാൻ ഉദ്ദേശിച്ച കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ABCD എന്നാണ്. പക്ഷെ അതിലെ B എന്ന് എഴുതിയത് നോക്കൂ. B എന്ന് എഴുതിയത് ഒരു വരട്ടിട്ട് പിന്നെ ഇങ്ങനെ ഒരു ഇതായിട്ട് അതേ സാധനമാണ് ഇവിടെയും ഞാൻ എഴുതിയത്. ഒരു വരട്ടിട്ട് വരുന്നു. അത് Aന്റെയും Cന്റെയും ഇടയിൽ കണ്ടപ്പോൾ നിങ്ങൾ B എന്ന് വായിച്ചു. സെയിം സാധനം നിങ്ങൾ 12ന്റെയും 14ന്റെയും ഇടയിൽ കണ്ടപ്പോൾ 13 എന്ന് വായിച്ചു. ആണ് കറക്റ്റ്? വോയിസ് ഓഡിയബിൾ ആണ്, വീഡിയോ കറക്റ്റ് ആണ് എന്നൊക്കെ ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 12ന്റെയും 14ന്റെയും ഇടയിൽ 1 എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഇട്ട സാധനം അതിനെ നിങ്ങൾ 13 എന്ന് വായിച്ചു. അതേ എഴുത്ത് തന്നെയാണ് ഞാൻ. A കഴിഞ്ഞിട്ട് ഒരു വരട്ടിട്ട് ഇങ്ങനെ ഇട്ടപ്പോൾ നിങ്ങൾ B എന്ന് വായിച്ചു. ഒരു സാധനത്തിനെ നമ്മൾ ആരുടെ കൂടെയാണോ കാണുന്നതിനനുസരിച്ച് നമ്മൾ വിലയിരുത്തുക. ഇതിൽ ഒരുപാട് പോയിന്റുകളുണ്ട്. ഒരു വ്യക്തിനെ നിങ്ങൾ നല്ല ബുദ്ധിജീവികളായ ആളുകളുടെ കൂടെ നടക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ സ്വഭാവം കിട്ടും. ആളുകൾ നിങ്ങൾ ആ ലെവലിലെ കാണും. നിങ്ങൾ മന്ത്രിമാരുടെ കൂടെയാണ് നടക്കണമെങ്കിൽ നിങ്ങളെ ആൾക്കാർ ആ ലെവലിലെ കാണും. നിങ്ങൾ വിഡ്ഢികളുടെ കൂടെയാണ് നടക്കണമെങ്കിൽ ആളുകൾ നിങ്ങളെ ലെവലിലെ കാണും. നമ്മൾ ആരുടെ കൂടെയാണോ സഹവാസം അതിനനുസരിച്ചായിരിക്കും നമ്മളിൽ ഗുണം ഉണ്ടാവുക, നമ്മളെ ആളുകൾ കാണുക. നിങ്ങൾ ആരുടെ കൂടെയാണോ സഹവസിക്കുന്നതെങ്കിൽ അതിന്റെ ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ അറിവിന്റെ ആളുകളോട് കൂടെ ഉപവസിക്കുമ്പോൾ, അവരുടെ കൂടെ ജീവിക്കുമ്പോൾ, പോസിറ്റീവ് സംസാരിക്കുന്ന ആളുകളുടെ കൂടെ നിങ്ങൾ ജീവിക്കുമ്പോൾ, പോസിറ്റീവായ ലൈഫ് സ്റ്റൈലുള്ള ആളുകളുടെ കൂടെ നിങ്ങൾ ജീവിക്കുമ്പോൾ, സഹവസിക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഓരോ സദസ്സുകളെ ഒന്ന് വിലയിരുത്തി നോക്കും. ഹലോ ഹലോ ഹലോ, ക്ലാസ്സിലുണ്ടോ? എത്ര ആൾക്കാർ ക്ലാസ്സിലുണ്ട്? എത്ര ആളുകൾ ഇങ്ങനെ എന്നെ കണ്ടു നിൽക്കുന്നുണ്ട്? ചില ആൾക്കാർ നമ്മളെ കണ്ടു നിൽക്കും. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സന്തോഷം സന്തോഷം. വീഡിയോ ഓണാക്കാൻ കഴിയുന്ന ആൾക്കാർ ഓണാക്കിക്കോളൂ. ലേഡീസ് ഒന്നും നിർബന്ധമൊന്നുമില്ല. പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഓണാക്കിയിട്ടുണ്ട്. മലേഷ്യ ഓണാക്കിയിട്ടുണ്ട്. മുഹമ്മദ്, ഓക്കെ വെരി ഗുഡ്. മുഹമ്മദ് ഓണാക്കിയിട്ടുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങള് ഒരു സദസ്സിലേക്ക് ചെല്ലുമ്പോ, ഞാനിപ്പോ ഒരു 5ഓ 6ഓ സദസ്സുകളിൽ പങ്കെടുത്തിട്ട് 5ഓ 6ഓ മീറ്റിങ്ങുകൾ ചെറിയ ചെറിയ ഞാൻ അറിയാം. അപ്പൊ ആ മീറ്റിങ്ങിലുള്ള മെയിൻ സബ്ജക്റ്റ് എന്തായിരിക്കും എന്ന് അറിയോ? ഒന്ന്, ആർക്കും പറയാൻ പറ്റോ? ചൂട്. ഭയങ്കര ചൂടാണ്. എന്താ ചൂടാണ്. പാലക്കാട് ഒരാൾ മരിച്ചു, തിരുവനന്തപുരത്ത് 2 ആളും മരിച്ചു. ഇനി നാളെ ആരാ മരിക്കാവോ? ഞാൻ മരിക്കുമെന്നാവും. ചൂടാണ് ഒന്നാമത്തെ വിഷയം. അല്ലെങ്കിൽ ഗവൺമെന്റിനെ കുറിച്ചുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ വേറെ ഫുള്ളും അപകടങ്ങൾ, ദുരന്തങ്ങൾ, കറണ്ട് ബില്ല്, അത് ഇത് ഫുള്ള് ആശങ്കകളും ടെൻഷനുകളും അപകടങ്ങളും. ഇത് മാത്രമേ കാര്യം ഭൂരിപക്ഷ സദസ്സുകളുടെയും ചർച്ചാ വിഷയം. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. മിക്ക സദസ്സുകളിലെ മെയിൻ കോണ്ടന്റ്, ആ ചർച്ച തുടങ്ങി ഒരു അരമണിക്കൂർ നിങ്ങൾ സദസ്സിലിരിക്കുന്ന 25 മിനിറ്റും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആശങ്കകൾ, പേടിപ്പെടുത്തലുകൾ, അപകടങ്ങൾ, ഇതേ ഉണ്ടാവുള്ളൂ. ഏതെങ്കിലും ഒരു സദസ്സിൽ പോയിട്ട് ഇരിക്കുമ്പോ അവിടെ പോസിറ്റീവായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ സദസ്സിൽ നിന്ന് വരുമ്പോ സന്തോഷമാണ് തോന്നുന്നത്, കോൺഫിഡൻസ് ആണ് തോന്നുന്നതെങ്കിൽ ആ സദസ്സ് നിങ്ങൾ വിടരുത്, അവിടെ പോയിരിക്കണം. അതാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ആരുടെ കൂടെയാണോ നിൽക്കുന്നത്, നിങ്ങൾ അറിവിന്റെ ആളുകളുടെ കൂടെ, അറിവാളരുടെ കൂടെ നിങ്ങൾ സഹവസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടും. ഇപ്പൊ നിങ്ങളൊരു കമ്മ്യൂണിറ്റിയിലാണ്, അറിവിന്റെ ഒരു കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ വെറും സൊറ പറയുന്ന കമ്മ്യൂണിറ്റി ഉണ്ട്, ഗീബത്ത് പറയുന്ന കമ്മ്യൂണിറ്റി, പരദൂഷണം പറയുന്ന കമ്മ്യൂണിറ്റി ഉണ്ട്, പല കമ്മ്യൂണിറ്റി ഉണ്ട്. അറിവാളരുടെ കൂടെ നിങ്ങൾ സഹവസിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണം കിട്ടും. അപ്പോ
ഒരു പ്രതിസന്ധി വരുമ്പോ, ഒരു വിഷയം വരുമ്പോ സാധാരണ ആളുകൾ ഫേസ് ചെയ്യുന്ന പോലെ ആവൂല, സാധാരണ ആളുകൾ അതിനെ അറ്റൻഡ് ചെയ്യുന്ന പോലെ ആവൂല നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. വളരെ മനോഹരമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യും. മലേഷ്യ പറഞ്ഞ ഒരു വിഷയം വെച്ചിട്ട് തുടങ്ങിയെന്നുള്ളൂ. എന്തുകൊണ്ടൊരു വിഷയം വരുമ്പോ രണ്ടാൾക്ക് രണ്ട് ലെവലാണ്. ഒരു കുടുംബത്തിൽ ഭയങ്കര ദുരന്തങ്ങൾ സംഭവിച്ചു. പക്ഷെ ആ കുടുംബത്തിലെ ആ ഒരു വ്യക്തി എത്ര എത്ര ഡീസന്റ് ആയിട്ട്, എത്ര പക്വത, എത്ര ധൈര്യത്തിലാണ് അതിനെ ഫേസ് ചെയ്തതെന്ന് അറിയാം. എത്ര മനോഹരമായിട്ടാണ് അതിനെ ഫേസ് ചെയ്തതെന്ന് അറിയാം. ലിനബുലുവക്കും അയ്യുക്കും അഹ്സനു അമല. എഹ്സാനികമായിട്ടുള്ള, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെരുമാറ്റത്തെ, പ്രവർത്തികളെ പടച്ച തമ്പുരാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട് അവൻ. അപ്പൊ അങ്ങനത്തെ ഒരു സമീപനം നമ്മുടെ അടുത്ത് നിന്ന് വരണമെങ്കിൽ നല്ല ആളുകളോടുകൂടെ സഹവസിക്കണം എന്നുള്ളതാണ് നമ്മുടെ 7:30 മണിക്ക് തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ 7:38 തുടങ്ങിയിട്ടുള്ള ഈ ഗൂഗിൾ മീറ്റിലെ, ഈ സൂം മീറ്റിങ്ങിലെ ഈ നോളജ് സെഷനിലെ ആദ്യത്തെ അറിവ് എന്ന് പറയുന്നത്. ഈ ഒരു ടെക്നിക്സ് വെച്ചുകൊണ്ട് ഞാൻ പ്രസന്റ് ചെയ്യുന്നത് അതാണ്. നിങ്ങൾ ഇവിടെ നിന്നല്ല, നിങ്ങളുടെ സഹവാസം നിങ്ങൾ നല്ലതാക്കണം. നെഗറ്റീവ് പറയുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് ഡിസ്കഷൻ നടത്തുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവിടെ നിന്നൊക്കെ കൂടെ ഓടി ഒളിച്ചു പോകാൻ നമുക്ക് പറ്റൂല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സർക്കിളുകൾ വേണം, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള നോളേജുകൾ ഡിസ്കസ് ചെയ്യുന്ന സൗഹൃദങ്ങൾ വേണം, നിങ്ങൾക്ക് ഗുരു വേണം, നിങ്ങൾക്ക് സുഹൃത്തുക്കൾ വേണം. സുഹൃത്തുക്കൾ കിട്ടിയാലും മതി, നല്ല ഫ്രണ്ട്സുകൾ കിട്ടിയാൽ മതി, അറിവ് സംസാരിക്കുന്ന നല്ല ആളുകൾ നിങ്ങൾ കിട്ടിയാൽ മതി, നിങ്ങൾ രക്ഷപ്പെടും. ഇതാണ് ഒന്നാമത്തെ സാധനം. ഒന്നാമതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സാധനം ഇതാണ്. ഇത് ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ഒരു നോളജ് ഷെയർ ചെയ്തെന്നുള്ളൂ. നമ്മളുടെ സഹവാസം സുഹബ എന്നാ പറയാം. നോക്കൂ, ലോകത്തെ ഏറ്റവും പവർഫുൾ ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിത്വമാണ് സയ്യിദന വ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയോടുകൂടെ സഹവസിച്ച ആളുകൾ, അവർക്ക് പറയുന്ന പേരാണ് സ്വഹാബി എന്നുള്ളത്. സ്വഹബത്ത് കിട്ടിയ ആള്. സഹവാസത്തിന്റെ പ്രത്യേകതയാണ് ഞാൻ പറയുന്നത്. ലോകത്തെ ഏറ്റവും ഗ്ലോറിയസ് ആയിട്ടുള്ള ലൈറ്റ് ആൻഡ് പേഴ്സണാലിറ്റി ആയിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ഒരു സെക്കൻഡ് സഹവസിച്ച ആൾക്ക് പറയുന്ന പേരാണ് സ്വഹാബി. ആ വ്യക്തിയോട് കിടപിടിക്കുന്ന ഒരാളും ലോകത്തുണ്ടാവില്ല. അദ്ദേഹത്തെ മറികടക്കാൻ ലോകത്ത് ആർക്കും കഴിയില്ല. ഒരു സെക്കൻഡ് പ്രവാചകനോട്, മുഹമ്മദ് നബിയോട് സഹവസിച്ച ഒരു വ്യക്തി, അയാൾ സൂപ്പർ ആയിരിക്കും, അയാൾ സംഭവിക്കാൻ, അയാൾക്കാണ് സ്വഹാബി എന്ന് പറയാം. കാരണം എന്താ? സഹവാസം എന്ന് പറഞ്ഞാൽ അത്രയും അധികം ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും. നിങ്ങൾ നല്ല വ്യക്തികളോട് സഹവസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ നിങ്ങളിലുള്ള പ്യൂരിറ്റി ആയി മാറും. നിങ്ങളിലുള്ള കേട് ചിന്തകൾ നിങ്ങൾ അറിയാതെ മാറും. നിങ്ങൾ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് പോയാൽ മതി, പുഴക്കരയിൽ ജീവിക്കുന്ന ഒരാൾ എപ്പോഴും ക്ലീൻ ആയിരിക്കും. പുഴയിലൂടെ ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾ ക്ലീൻ ആയിരിക്കും. കാട്ടിന്റെ ഉള്ളിൽ ജീവിക്കുന്ന ആളുകൾ, അവർ വളരെയധികം ഹീൽ ചെയ്യപ്പെട്ടവരായിരിക്കും, ക്ലീൻ ആയിരിക്കും, ശുദ്ധരായിരിക്കും, ആരോഗ്യമുള്ളവരായിരിക്കും. കാട്ടിന്റെ ഉള്ളിൽ താമസിക്കുന്ന ആളുകൾ, അവർ നല്ല ആരോഗ്യമുള്ളവരായിരിക്കും, അവർ പ്രകൃതിയോടാണ് സഹവസിക്കുന്നത്. കാട്ടിന്റെ ഉള്ളിലേക്ക് ജീവിക്കുന്ന ചില ആൾക്കാരെ കണ്ടില്ലേ, എത്രയോ വർഷങ്ങളായിട്ട്. കാരണം മാലിന്യമുള്ള ഫുഡ് അവർക്കില്ല, മാലിന്യമുള്ള പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ അവർക്കില്ല, അന്തരീക്ഷത്തിൽ വിഷലിപ്തമായിട്ടുള്ള സാഹചര്യങ്ങളില്ല, വാഹനങ്ങളുടെ പുകയില്ല, ഒന്നുമില്ല, ഓക്സിജൻ, അശുദ്ധമായ ഭക്ഷണം, അല്ലേ, എല്ലാം കിട്ടുന്നു. മോശപ്പെട്ട രാസപദാർത്ഥങ്ങളുടെ ഭക്ഷണം ഇല്ല. എന്തു രസകരമായിട്ടാണ്, സുഖകരമായിട്ടാണ് അവർ ജീവിക്കുന്നത്. സഹവാസം. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണ്, ശ്രദ്ധ പോയരുത്, നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണ് ഹാപ്പിനെസ് കിട്ടുന്നത്, സന്തോഷം കിട്ടുന്നത്, നിങ്ങൾ മനസ്സ് റാഹത്താവുന്നത്? ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ മാത്രം ഇങ്ങനെ ഗടഗടോ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണ് സന്തോഷം കിട്ടുന്നത്? ഇപ്പൊ ഞാൻ പറയാം, എനിക്ക് വളരെ സംതൃപ്തമായിട്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ, എല്ലാ ക്ലാസ് എടുത്തു കഴിഞ്ഞാലും ഉണ്ടാവില്ല, പ്രത്യേകിച്ചും ആളുകൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ക്ലാസ്സുകൾ എടുത്താൽ, മീറ്റിംഗ് ഗ്രൂപ്പ് ചാറ്റ്, ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ, അഥവാ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു നോളേജിനെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഹാപ്പിനെസ് കിട്ടും. ഒരു ഉദാഹരണം പറഞ്ഞതാണ്.
ഞാൻ അടുക്കും ചിട്ടയിലും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഹാപ്പിനെസ് കിട്ടും. ഒരു നോളേജ് അത് നമ്മളുടെ ഉള്ളിൽ നിന്ന് പ്രൊഡക്റ്റ് ചെയ്തിട്ട് അത് ക്രിയേറ്റ് ചെയ്തിട്ട് വേറെ ആളുടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പിനെസ്. ഒരു ഉദാഹരണം പറയാം, നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണ് ഹാപ്പിനെസ് കിട്ടുക? ഇഷ്ടമുള്ള ആൾക്കാരെ കാണുമ്പോൾ, വെൻ ഹിയർ, യാത്ര, വെരി ഗുഡ്. JF പറയുന്ന യാത്ര, നന്മ എന്തെങ്കിലും ചെയ്യുമ്പോൾ, എന്ത് നന്മ ചെയ്ത് കഴിഞ്ഞാൽ നസീറിന് ഫാദിൽ ആരെങ്കിലും ഞാൻ കാരണം ഹാപ്പി ആകുമ്പോൾ, കുടുംബവുമായുള്ള യാത്ര, ഓക്കെ ഓക്കെ, നിസ്കരിക്കുമ്പോൾ, ഓഹോ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ യാത്ര, ഓക്കെ ഗുഡ്. ഇപ്പോ 1, 2, 3 ഇഷ്ടമുള്ള ആളുകളുടെ സംസാരം, വെരി ഗുഡ്. ആരാണത്? ഓക്കെ. നിങ്ങൾക്ക്, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ സ്നേഹമുള്ളവരെ, എൻ്റെ സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുമ്പോഴാണ് സന്തോഷിക്കാന്ന് ചോദിക്കുമ്പോൾ പല ആളുകൾക്കും അറിയില്ല. ആകെ ഒരു കാര്യം 2 കാര്യം അറിയുള്ളൂ. കരുതിയ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഗുഡ്. നിങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോൾ, ആഹാ, സുഹറക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി കിട്ടും. അത് നല്ലൊരു കാര്യമാണ്. വെറുതെ ഇരിക്കുമ്പോൾ സന്തോഷം കിട്ടും. അങ്ങനെ വെറുതെ ഇരുന്നാൽ മതിയല്ലോ. നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുമ്പോഴാണ് സന്തോഷം? നമ്മൾ ചെയ്തു തീർക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ ചെയ്തു തീർത്തേ. ഫിനിഷിങ് ഹാപ്പിനെസ് എന്നാണ് പറയാം. നമ്മുടെ ഒരു കോഴ്സ് വരുന്നുണ്ട്, ഹാസ് ഹാപ്പിനെസ് കോഴ്സ്. അതിൽ ഹാപ്പിനെസ്സിനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എന്താണ് ഹാപ്പിനെസ്, എങ്ങനെയാണ് ഹാപ്പിനെസ്, എങ്ങനെ നമ്മുടെ കൈകളിൽ സാധനം കിട്ടും, അതിനെക്കുറിച്ച് പിന്നീട് പറയാം. ഏതായാലും ഉമ്മച്ചി ഹാപ്പി ആവുമ്പോൾ, ഉമ്മച്ചി ഹാപ്പി ആവുമ്പോൾ ഒക്കെ ഗുഡ്. അപ്പൊ എന്നാ എല്ലാവരും കേട്ടോളൂ. നമുക്ക് എന്തൊക്കെ ചെയ്യുമ്പോഴാണ് സന്തോഷം കിട്ടുക എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അതാണ് സെൽഫ് റിയലൈസേഷൻ. അത് വലിയൊരു തിരിച്ചറിവാണ്. ഇപ്പൊ നിങ്ങൾക്ക് ചുരുങ്ങിയതൊരു 30 കാര്യം ചെയ്യുമ്പോഴെങ്കിലും ഹാപ്പി ഉണ്ടാവും. 30 ഒന്നല്ല, ഞാൻ ജസ്റ്റ് ഒരു വെറുതെ ഒരു കണക്ക് പറഞ്ഞതാണ്. 30 കാര്യം ചെയ്യുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ഹാപ്പി ഉണ്ടാവും. പക്ഷേ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ അവെയർ അല്ല. എന്തൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാവുക എന്നുള്ളത് എനിക്കറിയില്ല. ഇന്നത്തെ സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു പണി, നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണ് ഹാപ്പിനെസ് കിട്ടുക എന്ന് നിങ്ങൾ എഴുതി വെക്കണം. ഒരു കടലാസിൽ എഴുതി വെക്കണം. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യുമ്പോഴാണ് ഹാപ്പിനെസ് കിട്ടുന്നത് തിരിച്ചറിയണം, എഴുതി വെക്കണം. പറ്റുമെങ്കിൽ നിങ്ങളുടെ റൂമിലെ അലമാരയുടെ അവിടെ എഴുതി. സുഖല്ലേ? ചില രോഗികളുണ്ടാവും, അവർക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം, കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണമൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ടാവും, റൂമിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, അടുക്കളയിലുണ്ടാവും. അതൊന്ന് എഴുതി വെച്ചോ. സിമ്പിളാണ് വളരെ. അത് നമ്മൾ സൂക്ഷ്മമായിട്ട് അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാവുക. അത് കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഡയറി എഴുതി കഴിഞ്ഞാൽ ഹാപ്പിനെസ് കിട്ടുന്ന ഒരാളാണ് ഞാൻ. വർഷങ്ങളായിട്ട് ഡയറി എഴുതുന്ന ആളാണ്. വർഷങ്ങളായിട്ട് 2000 മുതൽ ഏകദേശം തുടർച്ചയായിട്ട് ഡയറി എഴുതുന്നുണ്ട്. ഡയറി എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര, എൻ്റെ ലൈഫ് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അഥവാ ഇന്നലെ എന്ത് സംഭവിച്ചു, ഈ മാസം എന്ത് സംഭവിച്ചു, കഴിഞ്ഞ മാസം ചോക്ലേറ്റ് തിന്നാലാണ്, വെരി ഗുഡ്. അപ്പൊ എപ്പോഴും ചോക്ലേറ്റ് തിന്നണ്ട, ഇടയ്ക്ക് ചോക്ലേറ്റ് തിന്നാം. അപ്പൊ ഡയറി എഴുതിക്കഴിഞ്ഞപ്പോ എനിക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ചില ആളുകൾക്ക് നന്നായിട്ട് സംസാരിച്ചാലേക്കാരം ഹാപ്പിനെസ് കിട്ടുക. ചില ആളുകൾക്ക് ചില ആളുകൾ ഈ പെർഫ്യൂം ഉണ്ടല്ലോ, ആ പെർഫ്യൂം ഒന്ന് വാസനിച്ചു കഴിഞ്ഞാൽ നല്ല ഹാപ്പിനെസ് കിട്ടും. ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞതാ. 50 രൂപക്ക് നല്ല പെർഫ്യൂം ഇട്ട്, കുഴപ്പമില്ലാത്ത പെർഫ്യൂം. 100 രൂപക്ക് നല്ല പെർഫ്യൂം ഇട്ട്, 200 രൂപക്ക് നല്ല മിജിയാദ് പോലെ സൂപ്പർ പെർഫ്യൂംസ് കിട്ടും. അത് വാസനിച്ച് കഴിഞ്ഞാൽ നമ്മൾ വാസനിക്കാറുണ്ട്, നമ്മൾ ഹാപ്പി ആവാറുണ്ട്. പക്ഷെ പെർഫ്യൂം കൊണ്ട് ഞാൻ ഹാപ്പി ആവുമെന്ന് റിയലൈസേഷൻ ഇല്ല. അത് ആ ഒരു അസറ്റ് എന്റെ കയ്യിലില്ല, ആ മുതലിന്റെ കയ്യിലില്ല. ഒരു വർക്ക്ഷോപ്പുകാരൻ, ഒരു കടക്കാരൻ, അയാളുടെ അടുത്ത് കുറെ ടൂൾസ് ഉണ്ടാവും. അയാൾ അത് ഇടക്കിടക്ക് ഉപയോഗിക്കുന്ന പോലെ നമ്മളുടെ ഒരു ടൂൾ നമ്മളെ കയ്യിൽ വേണം. ഒരു 30 ഹാപ്പിനെസിന്റെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുകയും അത് എഴുതി വെക്കുകയും ചെയ്യണം. നിങ്ങൾ മൂഡ് ഔട്ട് ആവുന്ന സമയത്ത്, മനുഷ്യന് മൂഡുണ്ട്, അത് ഔട്ടാവും ചെയ്യും. മൂഡ് ഔട്ട് ആവുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ലിസ്റ്റ് എടുത്ത് നോക്കണം. നിങ്ങളുടെ ഹാപ്പിനെസ് റെക്കോർഡ് എടുത്ത് നോക്കിയിട്ട് ഇതിൽ എന്താണ് ഇപ്പൊ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കണം. ചില ആളുകൾക്ക് പാട്ട് കേട്ട് കഴിഞ്ഞാൽ, വളരെ ശാന്തമായ മെലഡികൾ കേട്ട് കഴിഞ്ഞാൽ അവരുടെ മനസ്സ് സ്വച്ഛന്തമായ, സംതൃപ്തമായ, വളരെയധികം വലിയ ഒരു ശാന്തതയുടെ ആഴങ്ങളിലേക്ക് പാട്ട് കേട്ട് കഴിഞ്ഞാൽ പോകുന്ന ആൾക്കാരുണ്ട്. നല്ല മെലഡി, അങ്ങനെ ടപ്പാങ്കുത്ത് ടപ്പ 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 എന്നുള്ള പാട്ട് കേട്ടാലല്ല, വളരെ ശാന്തമായ പാട്ടുകൾ, പ്രകൃതിയെ കുറിച്ചുള്ള മനോഹര ആളുകളുണ്ട്.
ആൾ ആത്മീയമായ പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ പോകുന്ന ആൾ. ചില ആൾക്ക് ഖുർആൻ ഓതി കഴിഞ്ഞാൽ ഹാപ്പിനെസ് കിട്ടുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്ക് ബൈത്ത് ഓതി കഴിഞ്ഞാൽ ഹാപ്പിനെസ് കിട്ടുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്ക് പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഹാപ്പിനെസ് കിട്ടുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ നമ്മൾ ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും. സൂഫി സോങ് കേട്ട് കഴിഞ്ഞാൽ ഹാപ്പിനെസ് കിട്ടുന്ന ആൾക്കാരുണ്ട്. ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ ഹാപ്പിനെസ് കിട്ടുന്നത് എന്തൊക്കെ ആൾക്കാരുണ്ട്. ഇത് മനുഷ്യൻ വ്യത്യസ്ത വെറൈറ്റി പ്രൊഡക്റ്റ് അല്ലേ. അപ്പോൾ ആ ഹാപ്പിനെസ്സിനെ നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്പർ 1 സാധനം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. ക്ലാസ് തുടങ്ങിയിട്ടുള്ളൂ. എത്രയാണ് എൻ്റെ അടുത്ത് സാധനങ്ങൾ സെറ്റാണ്. ഒരു 3-4 ദിവസത്തേക്ക് സംസാരിക്കാനുള്ള സാധനം സെറ്റാണ്. പക്ഷെ അതിന്ന് അതിന്റെ ഒരു 5% കവർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സന്തോഷം. വലിയ വർത്താനം പറയില്ല, കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ നമുക്ക് കുറഞ്ഞ 1 മണിക്കൂറാണ് നമുക്ക് സമയമുള്ളത്. അതിനിടയിൽ എന്തൊക്കെ നമുക്ക് കവർ ചെയ്യാൻ കഴിയും? ഇറ്റ്സ് വെരി ലക്കി. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ സാധനം പറഞ്ഞ നിങ്ങളുടെ സ്വഹബത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ സാധനം പറഞ്ഞ ഹാപ്പിനെസ് കണ്ടെത്തുക എന്നുള്ളതാണ്. അത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പറയുന്നത്. നിങ്ങൾ ആ ഹാപ്പിനെസ്സിനെ കണ്ടെത്തിയിട്ട് അത് എഴുതി വെക്കുക എന്നുള്ളതാണ്. വ്യത്യസ്ത കാര്യങ്ങളിലായിരിക്കും നമുക്ക് ഹാപ്പിനെസ്. ഒറ്റ വാക്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അത് വിശദീകരിച്ച് പറയുമ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് സാധനം കയറുക. കാരണം ലോകത്ത് 2 തരത്തിലുള്ള ആളുകളുണ്ട്. ഒന്ന് ബുദ്ധിയുടെ ആളുകൾ, 2 ഹൃദയത്തിന്റെ ആളുകൾ. 1 ബുദ്ധിയുടെ ആളുകൾ, 2 ഹൃദയത്തിന്റെ ആളുകൾ. ലോകത്ത് 2 തരത്തിലുള്ള ആളുകളുണ്ട്. വ്യാവസായിക വിപ്ലവത്തിന് ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് ബുദ്ധിയുടെ ആളുകളാണ്. എല്ലാവർക്കും ഉണ്ടാവും ബുദ്ധിയും ഹൃദയവും. ബുദ്ധിയുടെ ആളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര സാമ്പത്തികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളും അച്ചീവ്മെന്റ്സും പ്രൊഫഷണൽ ഗ്രോത്തും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ ബുദ്ധിന്റെ ആളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര കഴിവുകൾ ഉണ്ടാവും. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാവണമെന്നില്ല. നിങ്ങൾ ഹൃദയത്തിന്റെ ആളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും, ശാന്തി ഉണ്ടാവും. സമാധാനം വേറെയാണ്, ശാന്തി വേറെയാണ്, സന്തോഷം വേറെയാണ്, ആനന്ദം വേറെയാണ്, സംതൃപ്തി വേറെയാണ്. എല്ലാം വേറെ വേറെ വേറെ. നമ്മളൊക്കെ ഒന്നാണ്. പ്രസംഗിക്കുമ്പോൾ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും ആനന്ദത്തിന്റെയും എന്നൊക്കെ പറയും. വെറുതെ ഡയലോഗ് അടിക്കണം. എല്ലാം വ്യത്യസ്തമായ സാധനങ്ങളാണ്. നിങ്ങൾ ഹൃദയത്തിന്റെ ആളാണെങ്കിൽ നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവും, മനസ്സിനുള്ളിൽ ശാന്തി ഉണ്ടാവും. പലപ്പോഴായിട്ട് നിങ്ങൾക്ക് നേരത്തെ ഒരാൾ മെസ്സേജ് ടൈപ്പ് ചെയ്തില്ല, എനിക്ക് വെറുതെ ഇരിക്കുമ്പോൾ ശാന്തി ഉണ്ട്. അതാരാ പറഞ്ഞാള്? വെറുതെ ഇരിക്കുമ്പോൾ ശാന്തി ഉണ്ട്, വെറുതെ ഇരിക്കുമ്പോൾ സന്തോഷം വരും എന്ന് പറഞ്ഞില്ല. അതാരാ പറഞ്ഞാള്? പേരൊന്ന് ടൈപ്പ് ചെയ്താണ്. സുഹറ. അതാണ് അത് ഹൃദയത്തിന്റെ ആളുകളുടെ ഒരു ക്വാളിറ്റിയാണ്, ഒരു പ്രത്യേകതയാണ്. വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ ശാന്തി. എന്താ കാരണം എന്നറിയില്ല, വെറുതെ ഇങ്ങനെ വരും. ഇരിക്കുമ്പോൾ ഇങ്ങനെ കാരണം ഉണ്ടാവും, അവർക്ക് അറിയില്ല കാരണം. ഇപ്പൊ കാറ്റൊക്കെ വന്നതേക്കാരം, ചിലപ്പോൾ ഒരു കിളി ഇങ്ങനെ അതിലൂടെ പാറിപ്പോയതേക്കാരം, ചിലപ്പോ ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ മുറ്റത്തുള്ള കിളി ഇങ്ങനെ കളകളാന്ന് പറഞ്ഞതായിരിക്കും. ചിലപ്പോ നല്ല കാർമേഘം ഇങ്ങനെ വന്നതേക്കാരം, ശാന്തി ഉണ്ടാവും കാരണം. ചിലപ്പോ പിന്നെ മഴ ഇങ്ങനെ പെയ്യാൻ തുടങ്ങിയതായിരിക്കും. അങ്ങനെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ കണ്ടു ഹാപ്പിനെസ്, ഭയങ്കര സന്തോഷം. ബുദ്ധിയുടെ ആൾക്കാർക്ക് സന്തോഷം കിട്ടണം, വീഗാലാൻഡിൽ പോയിട്ട് അതിന്റെ മുകളിൽ കിട്ടി ചാടണം, എന്നാലേ സന്തോഷം കിട്ടുള്ളൂ. ബുദ്ധിന്റെ ആളുകൾ ചെറിയ കാര്യങ്ങളിലും സന്തോഷം കിട്ടുന്നത് ഭയങ്കര എവിഡൻസ് വാങ്ങും, പല സംഭവങ്ങൾ വാങ്ങും. ഭയങ്കര വലിയ ഗ്രോത്തോ വലിയൊരു കാറൊക്കെ വാങ്ങും, ഒരു 50 ലക്ഷത്തിന്റെ കാറൊക്കെ വാങ്ങിയ സന്തോഷം. അപ്പൊ ഏതാ ലാഭം? അപ്പൊ നമ്മൾ ബുദ്ധിയുടെ ആളുകളാകുന്നതോടുകൂടെ തന്നെ ഹൃദയത്തിന്റെ ആളുകളുമാവാം. ബുദ്ധിയുടെ ആളുകളാവുന്നതോടുകൂടി തന്നെ ഹൃദയത്തിന്റെ ആളുകളുമാണ്. ബുദ്ധി വേണം, ബുദ്ധി നമ്മളെ പ്രൊഫഷണൽ ഗ്രോത്തിന് ആവശ്യം. ഹൃദയത്തിന്റെ ആളായാലും നമുക്ക് ലൈഫ് കിട്ടുള്ളൂ. ദർ ഇസ് എ ലൈഫ്. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ബുദ്ധിയുടെ ആളുകളിൽ നിന്ന് ഹൃദയത്തിന്റെ ആളുകളാക്കി മാറ്റാനുള്ള ട്രെയിനിങ് ആണ് നമ്മളുടെ പ്രോഗ്രാമുകളിലൊക്കെ സാധാരണ ഉണ്ടാവാറുള്ളത്. നിങ്ങളെ കൊച്ചുകുട്ടിയാക്കി മാറ്റും. നിങ്ങളെ വളരെ നിർമ്മലമായ, വളരെ ലളിതമായ, വളരെ സൗമ്യമായ, സൗരഭ്യമുള്ള ഒരു മനസ്സിലുടമയാക്കി മാറ്റാനുള്ള ആക്ടിവിറ്റികൾ, മെഡിറ്റേഷൻസ്, കുറേ നോളജുകൾ, ഇതൊക്കെ നമ്മളെ ബുദ്ധിയിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഇറക്കാനുള്ള പരിപാടികളാണ്. ഓക്കെ, 1908 മുതൽ 2003 വരെ ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീം, അവർക്ക് ഒരൊറ്റ മെഡൽ മാത്രമാണ്, ഗോൾഡൻ മെഡൽ മാത്രമേ കിട്ടിയത്. 1908 മുതൽ 2003 വരെ. അറ്റോമിക് ഹാബിറ്റ്സിൽ പറഞ്ഞൊരു കാര്യമാണ്, വലിയ സംഭവമൊന്നുമില്ല. എന്നാൽ 2003 അവർക്കൊരു കോച്ച് വരികയും ആ കോച്ച് പ്രത്യേകമായ കോച്ചിങ്ങുകൾ നടത്തുകയും 2008 നടന്ന ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ ഈ ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീമിന്
ആ മത്സരങ്ങളിൽ 60% ഗോൾഡ് മെഡലുകളും ഈ ടീമിന് കിട്ടി. സൈക്ലിംഗ് ടീം, സൈക്കിൾ കൊണ്ടുള്ള സൈക്കിൾ ടീമുണ്ട്. ഫുട്ബോൾ, ക്രിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ സൈക്കിൾ മത്സരങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതില് 2008 മുതൽ 1908 മുതൽ 2003 വരെ, 1908 മുതൽ 2003 വരെ എത്ര വർഷമായി? കുറെ വർഷമായി. ആകെ ഒരു ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ഒരു കോച്ച് വന്ന് 2003 മുതൽ 2008 വരെ, അതോ 5 വർഷം ഇവർക്ക് കോച്ചിങ് നൽകി. ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ ഈ ടീമിന് 60% മെഡലും കിട്ടി. അവിടെ നടന്ന എല്ലാത്തിൻ്റെയും 60%. അവിടെ നടന്ന ടോട്ടൽ റിസൾട്ടിൽ 60% ഇവർക്ക് കിട്ടിയത്. എന്താ കാരണം എന്നറിയോ? ഇദ്ദേഹം, ചുരുക്കി പറയാം, സംഭവമാക്കി പറഞ്ഞില്ല, യെസ് 95 യെസ്, ഇദ്ദേഹം കുറേ സിമ്പിൾ ആയിട്ടുള്ള കൊച്ചു 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 ശീലങ്ങൾ, ഹാബിറ്റ്സുകൾ അവരിൽ കൊണ്ടുവന്നു ഈ ടീമിൽ. സൈക്കിളിന്റെ പെച്ചിൽ മാറ്റി, അവർ ഉറങ്ങുന്ന ടൈം, ഉണരുന്ന ടൈം, സൈക്കിൾ വെക്കണ സ്ഥലം, അങ്ങനെ ഉറങ്ങുന്ന പില്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഹാബിറ്റ്സുകൾ മാറ്റിയതോടുകൂടെ ടോട്ടലി ഇവരുടെ ഒരു ഗ്രോത്തിന്റെ റേഷ്യോ വർദ്ധിക്കുകയും അത്ഭുതകരമായ റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തു. ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ സിമ്പിളായ മാറ്റങ്ങളാണ് എപ്പോഴും ലൈഫിൽ വലിയ മാറ്റങ്ങൾ, വലിയ റിസൾട്ടുകൾ ഉണ്ടാക്കുക. സിമ്പിൾ ആയിട്ടുള്ള മാറ്റം, ചെറിയ ചില സാധനങ്ങളുണ്ട്. ഞാൻ 3 ചെറിയ ചെറിയ ശീലങ്ങൾ പറയാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ശീലങ്ങളാണ് വേണ്ടത്. ജനറലി നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പൊ രാവിലെ എഴുന്നേൽക്കൽ അവരുടെ വലിയൊരു ഗ്രോത്തിന്റെ ഒരു സാധനം ആയിക്കോളുന്നില്ല. അത് ജനറലി നമ്മൾ പറയാണ്. പക്ഷെ ജനറലി നമ്മൾ ഏറ്റവും കൂടുതൽ പറയാൻ കഴിയുന്ന 3 കാര്യങ്ങൾ ഞാൻ പറയാം. 3 ശീലങ്ങൾ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതൊരു പക്ഷെ നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാക്കിയേക്കാം. അപ്പൊ ഓരോ ആളുകളെയും പേഴ്സണലി കോച്ചിങ് നടത്തിയിട്ട് അവർക്ക് എന്താണോ വേണ്ടതെന്ന് അവരുടെ ടെമ്പറമെന്റും അവരുടെ നേച്ചറും അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ ശരീരവും മനസ്സും ഒക്കെ നോക്കിയിട്ടേ പറയാൻ കഴിയുള്ളൂ. പക്ഷെ ഇപ്പൊ ഞാൻ ആരും കാണുന്നില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പേഴ്സണാലിറ്റി അനലൈസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ജനറലി പറയാണ്, എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. 3 ശീലങ്ങളിൽ ഒന്ന്, ഒരു ദിവസം ഒരു 5 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാന്നുള്ളത്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തോട്ട്സിനുള്ള ഒരു ബ്രേക്ക് കൊടുക്കുക. നമ്മൾ ഫുൾ ഉറങ്ങണ സമയത്തുണ്ട്, ഉറങ്ങാത്ത സമയം മുഴുവനും നമ്മളുടെ വ്യവഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ് ബ്രെയിനിൽ. മനുഷ്യന്റെ അടിസ്ഥാന ഓർഗനായിട്ടുള്ള ബ്രെയിനിൽ 24 hours വ്യവഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മനുഷ്യന്റെ ക്ഷീണത്തിന്റെയും ടെൻഷന്റെയും കാരണം. നമ്മൾ അറിയണില്ല. ഉറങ്ങണ സമയത്തുണ്ട്, ഇനി ഉണരുന്ന സമയത്തിൽ ഫുൾ ടൈം നമ്മളിൽ എന്താണ്? വർക്ക് ലോഡ് നടക്കണം, റെസ്റ്റ് ഇല്ല. ദർ ഇസ് നോ റെസ്റ്റ് ഇൻ യുവർ ബ്രെയിൻ. മെഡിറ്റേഷൻ ഈസ് എ സൂപ്പർ റെസ്റ്റ്. മെഡിറ്റേഷൻ, വ്യത്യസ്തമായ മെഡിറ്റേഷനുകളുണ്ട്, പലതരത്തിലുള്ള മെഡിറ്റേഷൻസ്. ഓരോരുത്തർക്കും ഓരോ മെഡിറ്റേഷൻസ് ആണ് എഫക്റ്റ് ആവുക. ഒരാൾക്ക് വേണ്ട റിയലായ മെഡിറ്റേഷൻ അയാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ രക്ഷപ്പെടും. ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനിറ്റ്ലി നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. ഞാനും രക്ഷപ്പെട്ടിരിക്കും. അപ്പോ 5 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാം. ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ, അല്ലെ മൈൻഡ്ഫുൾനെസ് ബ്രീത്തിങ് എന്ന് പറഞ്ഞ മെഡിറ്റേഷൻ മാത്രമേ എനിക്കിപ്പോൾ ജനറലി പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് ഇത്രയും വളരെ വളരെ ബാഹ്യമായിട്ടുള്ള ഒരു സെഷനാണ്. ഒരു 61 ആളുകളാണ്. ആളുകൾ ആരാന്നറിയില്ല, കുറച്ച് ആളുകളെ പരിചയമുള്ള ആളുകളുള്ളൂ. അപ്പൊ അതിൽ നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ 5 മിനിറ്റ് ഇരിക്കുക എന്നുള്ള, ശ്വാസം വലിക്കുന്നതും വിടുന്നതും ശ്രദ്ധിച്ചുകൊണ്ട്. വേറെ ഒന്നും ചെയ്യണ്ട. ഇത് വളരെ സംഭവകരമായ മെഡിറ്റേഷനാണ്. ആയിരക്കണക്കിന് മെഡിറ്റേഷൻസ് ഉണ്ട് പല ലെവലിലുള്ള. അതിൽ ജസ്റ്റ് നിങ്ങൾ 5 മിനിറ്റ് രാവിലെ, എപ്പോൾ വൈകുന്നേരം എപ്പോഴെങ്കിലും ഒരു സമയത്ത് 5 മിനിറ്റ്, 6 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ് മതി. ആ ശ്വാസം ഇങ്ങനെ പോകുന്നതും ആ ശ്വാസം ഇങ്ങനെ താവുന്നതും അതിങ്ങനെ പൊന്തുന്നതും അതിങ്ങനെ താവുന്നതും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഗ്രേറ്റസ്റ്റ് സൂപ്പർ ആൻഡ് ഡൂപ്പർ മെഡിറ്റേഷൻ. അപ്പൊ ശീലങ്ങളിൽ ഒന്ന് 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാന്നുള്ളതാണ്. രണ്ടാമത്തെ ശീലം എന്ന് പറയുന്നത്, ക്ലാസ് തുടങ്ങിയത് 7:30, ഇപ്പൊ 8:15 രണ്ടാമത്തെ ശീലം എന്ന് പറയുന്നത്, ഒരു ദിവസം നിങ്ങൾ ഒരു 10 പേജ് വായിക്കുക എന്നുള്ളതാണ്. അത് മാധ്യമവും മനോരമയും സുപ്രഭാതവും വായിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങളൊരു പുസ്തകം വായിക്കണം.
നല്ലൊരു പുസ്തകം നിങ്ങൾ വായിക്കണം. 10 പേജ് 10 പേജ് വായിച്ചാൽ മതി. അതിന് എത്ര മിനിറ്റ്, വളരെ കുറഞ്ഞ സമയം 10 പേജ് വായിക്കും. ഇതാണ് രണ്ടാമത്തെ ശീലം. നല്ല നല്ല പുസ്തകങ്ങളുണ്ട്. അറ്റോമിക്, ഓരോ മേഖലയുള്ള സൈക്കോളജി പുസ്തകങ്ങളുണ്ട്, കവിതകളുണ്ട്, സാഹിത്യ ഗ്രന്ഥങ്ങളുണ്ട്. എം.ടിന്റെ, മുകുന്ദന്റെ, ഒ.വി. വിജയന്റെ ഒക്കെ സാഹിത്യ ഗ്രന്ഥങ്ങളുടെ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏരിയ എങ്കിൽ അത്. സാഹിത്യ പുസ്തകങ്ങൾ വായിക്കുന്നവർക്ക് അത് വായിക്കാം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ, മുകുന്ദന്റെ, സുഗതകുമാരിന്റെ, മാധവിക്കുട്ടിന്റെ, എം.ടിന്റെ, ഒ.വി. വിജയന്റെ, പെരുമ്പടവത്തിന് ആരുതാണോ നിങ്ങൾക്ക് വായിക്കാൻ പറ്റണമെങ്കിൽ ഒരു സാഹിത്യത്തോട് താല്പര്യമുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു പുസ്തകം സെലക്ട് ചെയ്തിട്ട് എം.ടി മഞ്ഞോ ഏതെങ്കിലുമൊക്കെ ഒരു പുസ്തകങ്ങൾ വായിക്കാം. ദേശാടനത്തിന്റെ കഥ വായിക്കാം. നല്ല ക്ലാസിക് പുസ്തകങ്ങളുണ്ടാവും. സൈക്കോളജി ഏരിയയിലുള്ള ആളുകൾക്കാണെങ്കിൽ ജോസഫ് മർഫിന്റെ ബോധ മനസ്സ്, ആന്റണി റോബിൻസന്റെ പുസ്തകങ്ങൾ, ഒരുപാട് പുസ്തകങ്ങളുണ്ട്, എണ്ണമറ്റ പുസ്തകങ്ങൾ. ഏതെങ്കിലും പുസ്തകം സെലക്ട് ചെയ്യാൻ, എന്നിട്ട് അതിൽ നിന്ന് കാരണം മനസ്സ് പ്യൂരിഫൈ ചെയ്യും. അപ്പൊ രണ്ടാമത്തെ ശീലം ഞാൻ പറഞ്ഞു, ഒന്ന് 5 മിനിറ്റ് എന്ത് ചെയ്യാന്ന് പറഞ്ഞ മറന്നോ? ആരെങ്കിലും ടൈപ്പ് ചെയ്യോ? യെസ്, മെഡിറ്റേഷൻ. വെരി ഗുഡ്. രണ്ടാമത്തത് 10 മിനിറ്റ്. യെസ്, വെരി ഗുഡ്, ശ്രദ്ധിക്കുന്നുണ്ട്. രണ്ടാമത്തത് 10 മിനിറ്റ് വായന. മൂന്നാമത്തെ സാധനം യെസ്, മെഡിറ്റേഷൻ ഒക്കെ റീഡിങ്. മൂന്നാമത്തെ സാധനം 15 മിനിറ്റ് വ്യായാമം. 15 മിനിറ്റ് വ്യായാമം. 10 മിനിറ്റ് റീഡിങ്, മൂന്നാമത്തെ 15 മിനിറ്റ് വ്യായാമം. എന്ത് വ്യായാമം ആയിക്കോട്ടെ. നിങ്ങൾ അടുക്കളയിൽ പിന്നെ 1.5 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂറോ വ്യായാമം ചെയ്തിട്ട് അത് വ്യായാമം ആവൂല. നിങ്ങൾ എന്ത് ചെയ്യണം? വ്യായാമം തന്നെ ചെയ്യണം. 15 മിനിറ്റ് അല്ല, നിങ്ങളൊരു 5 മണിക്കൂർ അടുക്കളയിൽ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ കാലിന്റെ ചെറിയ ഭാഗത്തുള്ള എല്ലാതെങ്കിലും സ്പെഷ്യലായിട്ട് 15 മിനിറ്റ് വ്യായാമം. തടി വിയർക്കുന്ന വ്യായാമം. 2 തരത്തിൽ വ്യായാമം. ഒന്ന് വിയർക്കുന്ന വ്യായാമം, 2 ഫ്ലെക്സിബിലിറ്റി കൂട്ടുന്ന വ്യായാമം. യോഗ പോലെയുള്ള സാധനങ്ങളൊക്കെ ഫ്ലെക്സിബിലിറ്റി കൂട്ടുന്ന. പിന്നെ വിയർക്കുന്ന എന്തെങ്കിലും വെള്ളം കോരലോ തിരുമ്പലോ അങ്ങനെ എന്തെങ്കിലും വണ്ടി കഴുകലോ എന്തും ആക്കാം. 15 മിനിറ്റ് ചെയ്യാം. ഇത് നമ്മൾ ആഴ്ചയിൽ, വ്യായാമം എന്ന് പറയുന്നത് ആഴ്ചയിൽ ചുരുങ്ങിയത് 2-3 ദിവസം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ രോഗികളാവും. ഞാനത് അനുഭവിച്ച ആളാണ്. വ്യായാമം ചെയ്തിരുന്ന ആൾ ചെയ്യാതായപ്പോൾ നമ്മൾ രോഗത്തിലേക്ക് പെട്ടെന്ന് പോകും. ഈ 3 ശീലങ്ങൾ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നമ്മളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ, വലിയ മാറ്റങ്ങൾ ഉണ്ടാകുക. ചെറിയ മാറ്റമില്ല, വലിയ മാറ്റങ്ങൾ ഉണ്ടാകുക. ഇനി മറ്റൊരു സാധനം, നമ്മൾ ഫുള്ള് മരുന്നുകളാണ് പറഞ്ഞിട്ട്. ഈ ഒരു സെഷനിൽ നമ്മൾ ഫുള്ളായിട്ടും പറയുന്ന മരുന്നുകളാണ്. നിങ്ങളുടെ ലൈഫിൽ ഫ്രഷ്നെസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഏറ്റവും അധികം നിങ്ങൾ ഫ്രഷ്നെസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തെളിച്ചം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മനസ്സിന് ശക്തിയും സ്വസ്ഥതയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീച്ചാലും രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്തും നിങ്ങൾ ചെയ്യേണ്ട ഒരു സാധനം, ഉറങ്ങുമ്പോൾ 33 ബ്രീത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ഉറങ്ങണം. അത് നിങ്ങളുടെ ബ്രെയിനിനെ മറ്റൊരു ലെവലിലേക്ക്, ആൽഫ ലെവലിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകാനും സ്ലീപ്പ് ഉഷാറാക്കാനും കഴിയും. പറയാം. രാത്രി ഉറങ്ങുന്ന സമയത്ത് ചുരുങ്ങിയത് ഒരു 33 ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് നിങ്ങൾ അതിന്റെ വോയിസ് കേട്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രീത്ത്. ടിക്കറും കാര്യങ്ങളൊക്കെ ചെല്ലണം, അതൊന്നുമല്ല ഞാൻ പറയണം. അതിന്റെ കൂടെ 33 പ്രാവശ്യം ശ്വാസം ഉള്ളിലേക്ക് വലിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. ഉറങ്ങണതിന്റെ ലാസ്റ്റ് സമയം 33 പ്രാവശ്യം ഉറങ്ങുമ്പോൾ. ഉണരുമ്പോ 10 പ്രാവശ്യം മതി. ഉറങ്ങുമ്പോൾ 33 പ്രാവശ്യവും. ഉറക്കമില്ലാത്ത ആളുകൾക്കൊക്കെ ആ ശ്വാസത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരറിയാതെ ഇങ്ങനെ ഉറക്കിലേക്ക് പോകും. ഇപ്പൊ നമ്മൾ ഒരുപാട് സമയം നമ്മൾ അറിയാത്തൊരു സ്ഥലത്താണുള്ളത്, ഒരു സ്ഥലത്താണ് നമ്മുടെ മൈൻഡ് ഉള്ളത്. അപ്പൊ നിങ്ങൾ ബ്രീത്തിൽ ശ്രദ്ധിച്ച മനസ്സ് ശാന്തമാവും, മനസ്സിനൊരു ആരോഗ്യം വരും. ഓക്കെ, ഉണർന്ന് ബെഡിൽ നിന്ന് ഇറങ്ങും മുമ്പാണ്. ഉണർന്നിട്ട് ബെഡിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ മുമ്പാണ് ഈ സാധനം പറഞ്ഞത്. ബാത്റൂമിൽ പോകുന്നതിന് മുമ്പ് ദിക്റൊക്കെ ചെല്ലിയിട്ട് മതി. ദിക്റൊക്കെ ചെല്ലിയിട്ട് 10 പ്രാവശ്യം ദീർഘമായിട്ട് 10 പ്രാവശ്യം, എന്നിട്ട് എണീക്കുക. ഉറക്കന്ന് പെട്ടെന്ന് എണീക്കുക. ചില ആളുകൾക്ക് തലവേദന ഉണ്ടാവും. ഉറക്കന്ന് ചാടി എണീച്ച് കഴിഞ്ഞാൽ ചില ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് പെട്ടെന്ന് തലവേദന ഉണ്ടാവും. അത് കേട്ടണം. ഉറക്കന്ന് ചാടി എണീക്കാൻ പാടില്ല, സ്ലോവിൽ എണീക്കാൻ പാടില്ല. പറ്റുമെങ്കിൽ നിങ്ങൾ വലതുവശം ഇങ്ങനെ ചെരിഞ്ഞിട്ട് കൈ കുത്തിയിട്ടാണ് ഉറക്കത്താൻ. ഓക്കെ, ഇനി ഹാപ്പിനെസിന്റെ, നമ്മുടെ ലൈഫ് ഹാപ്പി ആക്കാനുള്ള മറ്റൊരു ടെക്നിക്ക് പറയുന്നത്, നമ്മളിൽ പല ആളുകളും, ഞാനടക്കം ഒരുപാട് സമയം വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഞാനിന്നൊരു
ഒരു 80 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തു. അപ്പൊ നിങ്ങൾ ഡ്രൈവ് ചെയ്ത ആളുകളുണ്ടാവും, ഒരുപാട് സമയം ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾ കേട്ടു, ഒരുപാട് സംസാരിച്ചു, ഒരു ഫംഗ്ഷനിൽ പോയിട്ട് അതിനെ ലീഡ് ചെയ്തു. അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. കുറേ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ബ്രെയിൻ ഒരുപാട് വർക്ക് ചെയ്തു. നിങ്ങൾ അടുക്കളയിൽ സ്ത്രീകൾക്ക് ഒരുപാട് ഒരു വിരുന്നേര് വന്നാൽ തന്നെ ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും. സ്ട്രെസ് തന്നെ ബ്രെയിൻ ഓവർ വർക്ക് വരുന്നു എന്നുള്ളതാണ്. ശാന്തമായ വർക്കിനപ്പുറം ഫാസ്റ്റ് ആയിട്ട് ദ്രുതഗതിയിൽ നിങ്ങളുടെ ബ്രെയിന് വർക്ക് വരുന്നു എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിൽ നിന്ന് എൻഗേജ് ചെയ്തിട്ടുണ്ടാവും. ഇതിനൊക്കെ ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില മെത്തേഡുകൾ ആണ് ഇനി പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ യാത്ര ചെയ്യാണ്, ഇപ്പൊ നിങ്ങൾ ബാംഗ്ലൂർക്കോ ഹൈദരാബാദിക്കോ ഡൽഹിക്കോ എടുക്കുകയാണെങ്കിൽ യാത്ര ചെയ്യാണ് ഒരുപാട് സമയം, അല്ലെങ്കിൽ ഒരുപാട് സമയം മൊബൈൽ കണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരുപാട് സമയം വായിച്ചിരിക്കുകയാണ്, ഒരുപാട് സമയങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ബാധിക്കൽ നമ്മുടെ ഇയാൾക്കാണ് ബാധിക്കുക, തലക്കാണ് ബാധിക്കുക. അപ്പൊ ആ തലക്ക്, നിങ്ങളുടെ തലക്ക് ചെറിയ 3 തരത്തിലുള്ള സാധനങ്ങൾ, മസാജ് ആയിട്ടും പ്രഷറായിട്ടും പ്രസ്സിങ് ആയിട്ടും 3 തരത്തിലുള്ള ആക്ടിവിറ്റികൾ നമ്മൾ ബ്രെയിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റിലാക്സേഷൻ സംഭവിക്കുകയും നമ്മുടെ ബ്രെയിൻ ഫ്രഷ് ആവുകയും നമുക്ക് ക്ഷീണവും തലവേദനയും മാറിക്കിട്ടുകയും ചെയ്യും. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ മസാജിങ് ആണ് പഠിക്കാൻ പോകുന്നത്. റെഡി അല്ലേ? എല്ലാവരും റെഡി അല്ലേ? മസാജിങ് ആണ് പഠിക്കാൻ പോകുന്നത്. റെഡി ആണോ? റെഡി ആണെങ്കിൽ എസ് പറയും, റെഡി ആണെങ്കിൽ എസ് പറയും, റെഡി ആണെങ്കിൽ മാത്രമേ. ഇവിടെ ക്ലാസ്സിലുണ്ടോ? അത് ഓൺ ആക്കിയിട്ട് നിങ്ങൾ ഉറങ്ങാൻ പോയോ? നിങ്ങൾ ചോറ് കഴിക്കാൻ പോയോ? നിങ്ങൾ ചായ അടിക്കാൻ പോയോ? ഇല്ലല്ലോ. ഓക്കെ, വെരി ഗുഡ്. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തലയുടെ ഈ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യാം? വെക്കുന്നു, കൈ വെക്കുന്നു, വലത് സൈഡിലും ഇടത് സൈഡിലും. അത് ഈ 2 മുഴകളുണ്ട് ഇവിടെ, ആ മുഴയെ ഉൾപ്പെടുത്തിയിട്ട്, ആ മുഴ കൂട്ടിയിട്ട് ഇതാ 7 പ്രാവശ്യം വലത്തോട്ട് നിങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുക. വലത് ഭാഗത്തേക്ക് 4, 5, 6, 7. ഇടത് ഭാഗത്തേക്കും 7 പ്രാവശ്യം. 3, 4, 5, 6. കഴിഞ്ഞു. ഈ സൈഡിന് നമ്മൾ എന്ത് ചെയ്യുന്നു? നല്ല റിലാക്സേഷൻ. പിന്നെ നമ്മൾ ചെയ്യണത്, ഈ മുൻഭാഗത്തും ബാക്കിലും ഇങ്ങനെ പിടിക്കുക. തലയുടെ മുകൾ ഭാഗവും ബാക്ക് ഭാഗവും പിടിച്ചിട്ട് ഒന്നിങ്ങനെ ചെക്ക് ചെയ്ത് കൊടുക്കുക, ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. 14 പ്രാവശ്യം മതി കേട്ടോ. 2 ഏരിയകളായി. തലക്ക് നല്ലൊരു ഒരു റിലാക്സേഷൻ കിട്ടും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട സാധനം ഇതാ, ഈ കയനെറ്റ് എന്ന് പറഞ്ഞ ഈ സ്ഥലം, ഈ ഭാഗത്ത് ഇതേപോലെ തന്നെ 7 പ്രാവശ്യം വലത്തോട്ട് പ്രസ് ചെയ്യാം. വലത്തോട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഒരു സുഖമൊക്കെ ഉണ്ടാവും റഫീക്ക്. 7 പ്രാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിൾ, 7 പ്രാവശ്യം മതി. ഇടത്തോട്ട് അതേപോലെ തന്നെ 4, 5, 6, 7. അതിനുശേഷം ഇതാ ഇവിടെ ഈ മുഴയല്ലേ, മുഴന്റെ തൊട്ട് താഴത്തായിട്ട് ഇതാ 3, 4, 5, 6, 7. 1, 2, 3, 5, 6, 7. അങ്ങോട്ടും ഇങ്ങോട്ടും 7 മൊത്തം. അത് കഴിഞ്ഞാൽ ഈ ചെവിയുടെ നേരെ ഈ താഴ്ഭാഗത്ത്, അവിടെ ഒരു പ്രത്യേക മർമ്മാണ് ചെവിയുടെ താഴ്ഭാഗം, അവിടെ ഇതേപോലെ തന്നെ 2, 3 തുമ്പലൊക്കെ ഒരുപാടാക്കുമ്പോട്ടാ 4, 5, 6, 7. അൽഹംദുലില്ലാ. 4, 5, 6 ചെവിന്റെ നേരെ താഴെ. കഴിഞ്ഞു. ഇതാണ് മസാജുകൾ. ഒന്നുകൂടി പറയാം. ഒന്ന് തലയുടെ ഈ സൈഡിൽ, പിന്നെ മുകളിലും ബാക്കിലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ തലയുടെ ഇവിടെ, പിന്നെ ഇവിടെ, പിന്നെ ഈ ചെവിയുടെ ഭാഗം. ഇതാണ് നമ്മൾ മസാജിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ. പിന്നെ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാർട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി ഇതാ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കഴുത്ത് സംബന്ധമായിട്ട് അസുഖമുള്ള ആളുകൾക്ക് പെരടി വേദന, പുറം വേദന, കഴുത്ത് വേദന, അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും. നമ്മൾ പറയുന്നത് അതൊന്നല്ല. മെയിനായിട്ട് നമ്മൾ പറയുന്നത് തലക്കുള്ള റിലാക്സേഷനും സംഗതികളുമാണ്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കൈവെക്കുക. ഈ തലയുടെ വലതു ഭാഗത്ത് കൈവച്ചിട്ട് തലനെ ഇങ്ങോട്ട് എന്ത് ചെയ്യുക? കൈമക്ക് ഇങ്ങനെ നല്ല ഭാരം കൊടുക്കുക. നന്നായിട്ടൊന്ന് നിൽക്കുക. തലയും വിട്ടുകൊടുക്കരുത്, കയ്യും വിട്ടുകൊടുക്കരുത്. നന്നായിട്ട് കയ്യിനെ അങ്ങോട്ട് തള്ളുക. കൈ അങ്ങോട്ട് പോകരുത്. കയ്യിനെ ഇങ്ങനെ തള്ളുക കേട്ടോ. ഒരു 15 വരെ നിന്നാൽ മതി. 15 സെക്കൻഡ് മതി. ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് ഇടത് ഭാഗത്തേക്കും 3,
4, 5, 6, 7. ഇടതുഭാഗത്ത് തല നന്നായിട്ട് പ്രസ് ചെയ്യുക. അപ്പൊ നമ്മളുടെ ഒരു ഫോഴ്സ് വരില്ല നമ്മൾ ഈ പെരടിന്റെ ഒക്കെ ഭാഗത്തായിരിക്കും. നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക. ഇനി അതേപോലെ നെറ്റിയിൽ കൈ വെച്ചിട്ട് തല താഴേക്ക് ഇങ്ങനെ ആക്കും. ഇനി തലന്റെ ബാക്കിൽ കൈ വെച്ചാൽ നേരെ ബാക്കിൽ തല ബാക്കിൽ കാക്കും. ലാസ്റ്റ് തലയുടെ മുകളിൽ കൈ വെക്കുക. തല ഇങ്ങനെ താത്ത്. അപ്പൊ തല മുകൾക്ക് പൊന്തിക്കുക. കൈകൊണ്ട് തല താത്തുക, നിങ്ങൾ തല കൊണ്ട്. രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞു. ഒന്നാമത്തെ മസാജ് ആണ്, രണ്ടാമത്തെ പ്രസ്സിങ് ആണ്, പ്രഷർ കൊടുക്കലാണ്. 2 റൗണ്ട് കഴിഞ്ഞു. ഇത് മാത്രം ചെയ്താൽ നമ്മൾ കുറേ സമയം നമ്മൾ വർക്കൗട്ട് ചെയ്യണതിന്റെ ഒരു എഫക്റ്റ് കിട്ടും. ഇപ്പൊ യാത്രയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വർക്ക് സ്ഥലത്ത്, നമ്മളെ ജോലി സ്ഥലത്ത്, ജോബിന്റെ ഇടങ്ങളിൽ, ഓഫീസുകളിൽ, സ്കൂളുകളിൽ, സ്ഥാപനങ്ങളിൽ, കടകളിൽ, ഷോപ്പുകളിലൊക്കെ നമുക്ക് ഇടയ്ക്ക് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ ഒരു സാധനം കൂടി പറയാം. വളരെ സിമ്പിൾ ആണ്. 2 റൗണ്ട് കഴിഞ്ഞു. മൂന്നാമത്തെ സാധനം, നമ്മൾ റൈറ്റ് സൈഡിലേക്ക് തല ഇങ്ങനെ തിരിക്കണം. തല എല്ലാവരും തിരിക്കലുണ്ട്, പക്ഷെ ഇതിൽ ശ്വാസം ഔട്ട് ചെയ്തുകൊണ്ട് തല അങ്ങോട്ട് പോവാം. ശ്വാസം വലിച്ചുകൊണ്ട് നേരേക്ക് വരും. അപ്പോൾ ആദ്യം ശ്വാസം വലിക്കുക. ഇവിടെ എന്ത് ചെയ്യുക? ശ്വാസം വിട്ടുകൊണ്ട് വലതു സൈഡ് നോക്കാം. ഇത് ശ്വാസം വളരെ പ്രധാനമാണ്. 5 പ്രാവശ്യം ചെയ്താൽ മതി. എവിടൊക്കെയാണ് തല ഇളകണതൊക്കെ ശ്രദ്ധിക്കണേ. അത് കഴിഞ്ഞ ശേഷം ഇടതു ഭാഗത്തേക്ക് അത് കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം മുകളിലേക്ക്. ശ്വാസം വലിക്കുന്നതും വിടുന്നതും വിടാൻ പാടില്ല. ഒരു 5 പ്രാവശ്യം ചെയ്താൽ മതി. ചുരുങ്ങിയത് 5 പ്രാവശ്യം ചെയ്താൽ മതി. സാവകാശം ചെയ്യാം, റൊട്ടേഷൻ ഇല്ല. ഓക്കെ. അപ്പൊ ഈ 3 സാധനങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. തലയുടെ മസാജും പ്രഷർ കൊടുക്കുന്നതും പിന്നെ ഈ തിരിയുന്ന സംഗതി, 3 സംഗതികൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ക്ഷീണം ഒഴിവാകും. അതേപോലെ തന്നെ ശ്വാസം വിടാൻ പാടില്ല. ശ്വാസം പോകുന്ന സമയത്ത് ശ്വാസം വലിക്കുന്നു, ശ്വാസം വലിച്ചുകൊണ്ട് നേരെ വരുന്നു, ശ്വാസം വിട്ടുകൊണ്ട് ഇങ്ങോട്ട്, ശ്വാസം വിട്ടുകൊണ്ട് അങ്ങോട്ട് പോകാൻ ചെയ്യേണ്ടത്. നമുക്ക് ക്ഷീണം അതുപോലെ അസ്വസ്ഥതയൊക്കെ കുറഞ്ഞു കിട്ടും, നല്ല ഫ്രഷ്നെസ് കിട്ടും. മനസ്സ്, നമ്മൾ ഈ പലപ്പോഴും ഹാപ്പിനെസ് പോകുന്നത് ശരീരം ക്ഷീണിക്കുമ്പോഴാണ്. ബ്രെയിൻ സ്ട്രെയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ക്ഷീണം വരുന്നത്, മൂഡ് ഔട്ട് ആവണം. പിന്നീട് അത് മാനസികമായ ടെൻഷനിലേക്ക് പിന്നെ പോവുക ചെയ്യണം. ആദ്യം നമുക്ക് ശരീരത്തിന് ക്ഷീണം ഉണ്ടാവും, അവിടെ തന്നെ അത് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ ഹാപ്പിനെസ്, നമ്മുടെ ലൈഫ് ഹാപ്പി ആക്കാനുള്ള മറ്റൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് യാത്രകൾ പോവുക എന്നുള്ളത് വലിയൊരു സംഭവമാണ്. നമ്മൾ ഇതിനെ എത്രത്തോളം പ്രാധാന്യത്തോടുകൂടി കണ്ടുക്കണമെന്നറിയില്ല. പരിശുദ്ധ ഇസ്ലാം മതത്തിൽ യാത്രക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അമ്പിയാക്കളായിട്ടുള്ള എല്ലാ ആളുകളും അവർ യാത്രാപ്രിയരായിരുന്നു. വലിയ യാത്രകളാണ്. ഹിജ്റ എന്ന പേരിൽ അവർ ജനിച്ച് വളർന്ന് താമസിച്ച സ്ഥലത്തിൽ നിന്നും വിഭാടനം ചെയ്ത് അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് മറ്റൊരു ദേശത്തിലേക്ക്, രാജ്യത്തിലേക്ക് യാത്ര ചെയ്തവരാണ് മിക്ക ഇമാമുകളും, മിക്ക പണ്ഡിതന്മാരും, മിക്ക അമ്പിയാക്കന്മാരും. അപ്പൊ അവരൊക്കെ യാത്ര അവരുടെ ലൈഫിന്റെ ഭാഗമാണ്. വലിയ സംഭവകരമായിട്ടുള്ള സാധനം, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ യാത്ര നമ്മളിപ്പോ സൗദിക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഖത്തർക്കോ യൂറോപ്പിക്കോ ഒന്നും പോയാൽ ചിലപ്പോൾ സാധ്യമായിക്കോളുന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് തൊട്ടടുത്ത നാട്ടിലേക്കെങ്കിലും യാത്ര രാവിലെ പോയിട്ട്, രാവിലെ ഒരു 9 മണിക്ക് പോയിട്ട് വൈകുന്നേരം ഒരു 7-8 മണിക്ക് തിരിച്ചു വരാവുന്ന എത്രയോ സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്. നിങ്ങൾ കുടുംബത്തെ കൂട്ടിയിട്ട് ഒരു യാത്ര പോകൂ, ഫുഡ് ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് കഴിക്കൂ. ഒരു ബീച്ചിലേക്ക് പോയാൽ മതി. ഉച്ചക്ക് പോയിട്ട് വൈകുന്നേരം പോയി, ഇപ്പൊ മലപ്പുറം ജില്ലയിലാണെങ്കിൽ താന്നൂരോ പരപ്പനങ്ങാടിയോ ബേപ്പൂരോ എവിടെയെങ്കിലൊക്കെ കൂടി എത്രയോ ഉണ്ട്. പിന്നെ എന്താ
കാപ്പാടുണ്ട്, വേപ്പൂരുണ്ട്. ബീച്ചിലേക്ക് പോയി നിങ്ങൾ വൈകുന്നേരം അവിടെ പോയി ചായ ഒക്കെ കുടിച്ച് സൂര്യന്റെ അസ്തമയനെ കണ്ട് മരുവിസ്കരിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നല്ലൊരു യാത്രയായി മാറി. സിയാറത്ത് യാത്രകൾ പോകാം, ഒരുപാട് യാത്രകൾ അമ്പ്യാക്കന്മാരുടെ സുന്നത്താണ്. ദീർഘയാത്രകൾ ചെയ്യാം, ചെറിയ യാത്രകൾ ചെയ്യാം. മാസത്തിൽ ഒരിക്കലെങ്കിലും ചെറിയൊരു യാത്ര ചെയ്യണം. 3 മാസത്തിൽ ഒരിക്കൽ യാത്ര ചെയ്യാത്ത ആളുടെ മനസ്സ് കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയായി. നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾ, നിങ്ങളുടെ ഭാര്യയാവട്ടെ, മക്കളാവട്ടെ, ഉമ്മയാവട്ടെ, ഉപ്പയാവട്ടെ, നിങ്ങൾ അവരെ തീരെ യാത്ര കൊണ്ടുപോകുന്നില്ലെങ്കിൽ അവരിൽ രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒരുപാട് വിശദീകരിച്ച് പറയാനുള്ള സാധനമാണ്. നിങ്ങളുടെ എൻവിറോൺമെന്റ്, നിങ്ങളുടെ ആംബിയൻസ്, നിങ്ങളുടെ നാച്ചർ ഒന്ന് മാറണം. കാലങ്ങളായി നിങ്ങൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന പ്രതലത്തിൽ നിങ്ങൾ മാറണം. നിങ്ങളുടെ ബോഡി മറ്റൊരു അന്തരീക്ഷത്തിലേക്ക്, മറ്റൊരു വേറെ സ്ഥലത്തിലേക്ക്, വേറെ ഒരു ടെമ്പറേച്ചറിലേക്ക് പോകേണ്ടതുണ്ട്. വ്യത്യസ്ത തലങ്ങൾ നമ്മുടെ ശരീരം അനുഭവിക്കേണ്ടതുണ്ട്, മനസ്സനുഭവിക്കേണ്ടതുണ്ട്. കുറഞ്ഞൊരു 10 കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ മതി. ഇപ്പൊ മലപ്പുറത്തൊക്കെ എത്രയൊക്കെ സ്ഥലങ്ങളാണ് കാണാനുള്ളത്. ഓരോ ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ വലിയ യാത്രകളും ഉണ്ട്, 2 മണിക്കൂറിന്റെ യാത്രകളൊക്കെ ഉണ്ട്. മലപ്പുറം ഏരിയയിലുള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കോട്ടക്കുന്നോ അല്ലെങ്കിൽ മിനിയൂട്ടിയോ അവിടെയൊക്കെ മലകൾ എവിടെയെങ്കിലൊക്കെ ജസ്റ്റ് ഒന്ന് പോയിട്ട് വൈകുന്നേരം പോയി വരാനുള്ള യാത്രകളുണ്ട്. അതുപോലും 6 മാസമോ 1 വർഷമോ കൂടുമ്പോൾ പോലും ചെയ്യാത്ത ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. യാത്ര ചെയ്യുന്ന ആൾക്കാരെ പോലെ ഇങ്ങനെ കറങ്ങി നടക്കുക, അങ്ങനെ പറയും. ഇത് നിർബന്ധം, ഇസ്ലാമിൽ നിർബന്ധമുള്ള സാധനമാണ് യാത്ര. നിർബന്ധം പോലുള്ള സാധനമാണ്. എപ്പോഴെങ്കിലും 3 മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ യാത്ര കൊണ്ടുപോയിട്ടില്ലെങ്കിൽ മനസ്സ് കെട്ടിക്കിടക്കും, മനസ്സ് ഫ്രഷ് ആവൂല. അപ്പൊ യാത്ര ചെയ്യൽ നിർബന്ധമാണ്. ഞാൻ പറഞ്ഞ വലിയ യാത്രകൾ എല്ലാവരും ഉംറക്ക് പോകണമെന്നോ അല്ലെങ്കിൽ യൂറോപ്പ് പോകണമെന്നോ അമേരിക്കയിൽ പോകണമെന്നോ ഒന്നുമില്ല. ചെറിയ യാത്രകൾ നമുക്ക് വളരെയധികം ചെയ്യാൻ സാധിക്കും. അതൊരു 3 മാസം കൂടുമ്പോഴെങ്കിലും യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സിന് അത് വല്ലാതെ ബാധിക്കുമെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക. അടുത്തൊരു കാര്യം, ഹാപ്പിനെസ്സിന്, നമ്മുടെ ലൈഫിന്റെ പ്രോബ്ലങ്ങളെ മാറ്റാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കുകളാണ് പറയുന്നത്. 5 പൈസ ചെലവില്ലാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ. 5 പൈസ ചെലവില്ല. ഈ കൂട്ടത്തിൽ മൊബൈൽ ഇല്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മേടിച്ചു തരാം. മൊബൈൽ ഇല്ലാത്ത ഒരു മനുഷ്യനും ഇല്ല. എത്ര കാലം കൊണ്ടാണ്? സ്മാർട്ട് ഫോണാണ്. നിങ്ങൾ ഈ ഫോൺ കൊണ്ടല്ല ഇപ്പൊ ഈ സൂമിലൊക്കെ വന്നിരിക്കുന്നത്. ഞാൻ പറയാൻ പോണ സാധനം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇതിലുള്ള ആണുങ്ങളാവട്ടെ, പെണ്ണുങ്ങളാവട്ടെ, പിന്നെ വേറെ കുട്ടികളാവട്ടെ, വല്യാപ്പാരാവട്ടെ, അമ്മായിമാരാവട്ടെ, അമ്മോശങ്കാക്കാരാവട്ടെ, തന്താരാവട്ടെ, ആരാവട്ടെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു സാധനം. ഒരു ദിവസം നിങ്ങൾ ചെയ്യേണ്ട 5 കാര്യങ്ങൾ നിങ്ങൾ ആദ്യം തന്നെ ഒന്നുകിൽ തലേന്ന് രാത്രി അല്ലെങ്കിൽ പ്രഭാതത്തിൽ നിങ്ങൾ എഴുതി വെക്കണം. ഒന്നുകിൽ നിങ്ങൾ കടലാസിൽ എഴുതി വെക്കണം, അല്ലെങ്കിൽ സിമ്പിൾ ആണ്, മൊബൈൽ ഫോണിൽ പോൾ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. വാട്സപ്പിൽ പോൾ എന്ന് പറഞ്ഞാൽ കിട്ടും. ആരോട് ചോദിച്ചു കഴിഞ്ഞാലും കാണിച്ചു തരും. പോൾ എന്ന് പറഞ്ഞ സംഭവം, പോൾ. ആ പോള് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇന്ന് ദിവസം ഇടുക. നാളെ ഇപ്പൊ ഏത് ദിവസം? തിങ്കൾ എന്ന് എഴുതിയിട്ട് 5 കാര്യങ്ങൾ. 10 പേജ് വായിക്കുന്നു അല്ലെ, 5 മിനിറ്റ് മെഡിറ്റേഷൻ, 10 പേജ് വായന, 15 മിനിറ്റ് വ്യായാമം, അത് എഴുതാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, നഖം മുറിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകുന്നു, ഇന്ന ആളോട് മീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ റൂം ക്ലീൻ ആക്കുന്നു, ഞാനിന്ന് പുതിയൊരു സാധനം ഉണ്ടാക്കിയിട്ട് അയൽവാസികൾക്ക് എന്താ ഫുഡ് അവർക്ക് കൊടുക്കും. എന്തോ ഇത് 5 കാര്യങ്ങൾ ഒരു ദിവസം എഴുതിയേക്കണം. ഇതിന് സൂപ്പർ ടിനി സക്സസ് എന്നാണ് പറയാം. വലിയ ട്രെയിനിങ്ങുകളിലെ വലിയൊരു നോളജാണത്. കേൾക്കുമ്പോൾ ചെറുതാണ്. ഇങ്ങനെ 5 കാര്യം ഇങ്ങനെ ടിക്കിടുമ്പോൾ എന്താ രസം എന്ന് പറയാം. അതിങ്ങനെ നെക്കിക്കഴിഞ്ഞാൽ അങ്ങനെ പച്ച കളറാവുമാണ്, ഭയങ്കര രസമാണ്. ഇത് ചെയ്യാൻ കഴിയാത്ത ആളൊരു കടലാസിൽ സ്റ്റിക്ക് നോട്ട് എടുത്തിട്ട് അവിടെ എഴുതി ഒട്ടിച്ചാൽ 5 കാര്യം. ഇത് ചെയ്യുമ്പോൾ നമ്മൾ അറിയാത്ത ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. ഓക്കെ, ടു ഡു ലിസ്റ്റ് ചെയ്താറുണ്ട്. അതന്നെ ടു ഡു ലിസ്റ്റും ടു അച്ചീവ് ലിസ്റ്റും വ്യത്യാസമുണ്ട്. ടു ഡു ലിസ്റ്റിൽ നിന്നും കുറച്ച് വ്യത്യാസമുള്ള സാധനമാണ് ടു അച്ചീവ് ലിസ്റ്റ്. ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതാണ് ടു ഡു ലിസ്റ്റിന്റെ കാര്യങ്ങൾ. നമ്മൾ ഒരുപാട് വർക്കുകൾ പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ കഴിയും. മറ്റതൊന്നും നടക്കൂല. ടു അച്ചീവ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെയ്യുന്ന കാര്യത്തിനപ്പുറം നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിന് മറ്റൊരു മെസ്സേജ് നൽകുന്നു. ഒരു ദിവസം നിങ്ങൾ 5 കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഒരാഴ്ചയിൽ നിങ്ങൾ 35 കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഒരു മാസം നിങ്ങൾ 140 കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഒരു വർഷം നിങ്ങൾ 2000-2000-നടുത്ത് 1800-അധികമുള്ള കാര്യങ്ങൾ ഒരു വർഷം നിങ്ങൾ സക്സസ് ആവുകയാണ്. നിങ്ങളുടെ ബ്രെയിനിൽ യു ആർ എ സക്സസ് പേഴ്സണാലിറ്റി എന്ന് സ്റ്റോർ ചെയ്യും.
അതാണ് ടു അച്ചീവ് ലിസ്റ്റിന്റെ മെച്ചം. അങ്ങനെ 5 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ നമ്മുടെ 8:34 നമ്മൾ ഇങ്ങനെ അവസാനത്തോട് അടുക്കുകയാണ്. ഒരു സൂപ്പർ ടെക്നിക്ക് കൂടി പറയാം. മറ്റൊരു സൂപ്പർ ടെക്നിക്ക് കൂടി പറയണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പല സ്ഥലങ്ങളിലും പറയാറുണ്ട്, എൻ്റെ ലൈഫിൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. അത് നടന്ന സംഭവമാണ്. കോഴിക്കോട് ഭാഗത്ത് ഒരു ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ അത് പല സ്ഥലത്തും ഞാൻ പറയാറുണ്ട്. എനിക്ക് പറയാൻ മടിയില്ല, കാരണം ലൈഫിൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ രാത്രി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു താത്ത, അവരുണ്ടാക്കും, അവരെ ഉമ്മ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ രാത്രി ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പോകും, രാവിലെ പിന്നെയും ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പൊ രാവിലെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി വന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ഇന്നലെ രാത്രി ആരാ അവിടെ കറി ഉണ്ടാക്കിയത് ചോദിച്ചു. അപ്പൊ അവരാകെ ബേജാറായി, എന്താ പറ്റി എന്തേ പ്രശ്നം പറ്റിയെന്നൊക്കെ ചോദിച്ചാൽ ആകെ പേടിച്ചിങ്ങനെ നിൽക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നും പറ്റാനില്ല, എന്തോ ഒരു ടേസ്റ്റ് ചെയ്യുന്ന കറിക്ക്, അമ്മാതിരി കറി ഉണ്ടാക്കും ചെയ്യുമ്പോൾ ആകെ 2 ചപ്പാത്തിയും തരും, എങ്ങനെ ഇത് തികയാ, ഇനി മേലാക്കി ടേസ്റ്റ് ഉള്ള കറി ഉണ്ടാക്കരുത്. അപ്പൊ അത് ഭയങ്കര ചീത്തയാണ് പറയണത് എങ്കിലും അത് ഭയങ്കര വലിയൊരു അഭിനന്ദനായി പോയി ഒരുപാട് ആളുകൾക്കിടയിൽ. ആ സ്ത്രീന്റെ മുഖമൊക്കെ ഇങ്ങനെ തക്കാളി പോലെ തുടുത്തു, ഭയങ്കര സന്തോഷായി. അള്ളാന്റെ തൗഫീഖോടുകൂടെ പിന്നെ നമുക്ക് പിറ്റത്തെ ദിവസം രാത്രി എല്ലാവർക്കും 2 ചപ്പാത്തി ആവുമ്പോൾ എനിക്ക് 3 ചപ്പാത്തി, ഒരു കോഴിമുട്ടക്ക് പകരം 2 കോഴിമുട്ട. ഇതാണ് വളരെ സിമ്പിളാണ്. സൂപ്പർ ടെക്നിക്കാണ് അപ്രിസിയേഷൻ എന്നുള്ളത്. ഇത് നമ്മൾ കോഴിമുട്ടയും ചപ്പാത്തിയും കിട്ടാൻ വേണ്ടിയിട്ടല്ല ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്കും ഭാര്യ മക്കൾക്കും ഭർത്താവിനും അപ്രിസിയേഷൻ കൊടുക്കണം. അപ്രിസിയേഷൻ ഈസ് വളം ആൻഡ് വെള്ളം. അപ്രിസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്രിസിയേഷൻ എന്ന് പറയുന്നത് റിയാലിറ്റി അംഗീകരിക്കുക എന്നുള്ള. റിയാലിറ്റി അംഗീകരിക്കാത്തതുകൊണ്ടാണ് കുടുംബത്തിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യണ്ടാവും, നമ്മളെ ഫുള്ള് അവരെ നെഗറ്റീവ് ആയിരിക്കും നോക്കുന്നുണ്ടാവുക. നെഗറ്റീവ് ആയിരിക്കും ഉണ്ടാവും, എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും. പക്ഷെ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ അപ്രിസിയേഷൻ കൊടുക്കുമ്പോൾ നിങ്ങളും അവരും തമ്മിൽ ഒരു അലൈൻമെന്റ് നടക്കും. പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കേൾക്കും, അല്ലെങ്കിൽ അവർ നമ്മളോട് ഭയങ്കര അടുപ്പം വരും. അപ്പൊ അപ്രിസിയേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ അപ്രിസിയേഷനൊക്കെ ഇപ്പൊ ഞാനിതിപ്പോ പറയുമ്പോൾ എന്നോട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഇപ്പൊ ഈ ക്ലാസ് കേൾക്കണ്ട, അത് നിങ്ങളെ ടെക്നിക്കല്ലേ അപ്പോ എന്ന്, അതൊന്നും കരുതിയിട്ട് കാര്യമില്ല. അപ്രിസിയേഷൻ ആർക്കും എപ്പോഴും അത് എഫക്ട് ചെയ്യും. അത് ഇയാള് അപ്രിസിയേഷൻ തന്നാണ്ട് ഇന്നെ സോപ്പിടാനുള്ള എന്നൊക്കെ മനസ്സിലാക്കിയാലും അപ്രിസിയേഷൻ ഗുണം ചെയ്യും. വടകര ഭാഗത്ത് ഒരു പ്ലാസ്റ്റിക് മാജി എന്ന് പറഞ്ഞ ഒരാള്, അപ്പൊ പേര് പറയാൻ പാടില്ല. അപ്പൊ വടകര ഭാഗത്ത് അയാളല്ലാത്ത ഒരാൾ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ അയാളിങ്ങനെ സോപ്പിടണം, വേറെ ആൾ പോയിട്ട് ഇങ്ങനെ സോപ്പിടണം, ഭയങ്കര സോപ്പിട്ടിട്ട്. അപ്പൊ സോപ്പിട്ട ശേഷം ഇയാൾ എന്ത് ചെയ്യും, പൈസ കൊടുത്തു ഇയാൾക്ക്. അയാളെ സോപ്പിട്ട് ഭയങ്കര പുകഴ്ത്തി പറഞ്ഞപ്പോ പൈസ കൊടുത്തു. അപ്പൊ അയാൾ പോയ ശേഷം വേറെ ആൾ ചെന്ന് പറഞ്ഞു, നിങ്ങൾ എന്താ, നിങ്ങളെ പറ്റിക്കണം, മൂപ്പര് നിങ്ങൾ വെറുതെ പോയിട്ട് സോപ്പിട്ടിട്ട് നിങ്ങളെ എന്താക്കാണ്, വെറുതെ നിങ്ങളെ സൂചിപ്പിച്ച് പൈസ വാങ്ങാൻ. അപ്പൊ ആ വ്യക്തി പറഞ്ഞു, സംഭവം അതൊക്കെ എനിക്കറിയാം, മൂപ്പര് എന്നെ സോപ്പിടാന്നൊക്കെ എനിക്കറിയാം, പക്ഷെ അത് കേൾക്കുമ്പോ എന്നാലും ഒരു സുഖല്ലേ. ഇയാൾക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ട്, അപ്പൊ സോപ്പിടാന്ന് അറിഞ്ഞിട്ട് പോലും സോപ്പിടുമ്പോ ഭയങ്കര സുഖമുണ്ട്. എന്ന മാതിരിയാണ് നമുക്ക് ഇതൊക്കെ അറിയാം, അത് ടെക്നിക്ക്, പക്ഷെ എന്നാലും ഇതിനൊരു ഭയങ്കര റിസൾട്ട് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് അപ്രിസിയേഷൻ കൊടുക്കൂ. മക്കൾക്ക് നിർബന്ധമായിട്ട് അപ്രിസിയേഷൻ കൊടുക്കണം. അപ്രിസിയേഷൻ കിട്ടുന്ന കുട്ടികൾ വളരും, അപ്രിസിയേഷൻ കിട്ടാത്ത കുട്ടികൾ വളയും. നന്നായിട്ട് എന്താ ഉഷാറോ, എന്തൊരു പണിയെടുക്കാനൊക്കെ എന്തോ ഒരു ഉഷാറിന്റെ നനച്ചു കുട്ടി പാത്രം മോറി, എന്നിപ്പോ ആകെ ഒരു പേജ് വായിച്ചിട്ടുണ്ടാവുള്ളൂ, എന്നാലോ ഒരു പേജ് വായിച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇത് എത്ര സിമ്പിളാ, പക്ഷെ നമ്മൾ ചെയ്യാറുണ്ടോ? ഇല്ല. ആ സാധനം ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഉപകാരപ്പെടും. വെള്ളമാണ് വളം. ഇനി അവസാനമായിട്ട് ഒരു പോയിന്റും കൂടി പറയാണ്, അതോടുകൂടെ നമ്മുടെ ഇന്നത്തെ സെഷൻ അവസാനിക്കും. സമയം 8:38. ഓക്കെ, എന്താണെന്നറിയോ? ഒന്നുമില്ല. പ്രോബ്ലംസ്, നമ്മൾ തുടക്കത്തിൽ സ്വാഗത ഭാഷണത്തിൽ മലേഷ്യ സൂചിപ്പിച്ച പോലെ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ഓരോ പ്രശ്നങ്ങളും ഫീൽ ചെയ്യുക. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി എന്താണെന്നറിയോ? പ്രോബ്ലംസ് ആർ ഇമോഷൻസ്. ഇതൊന്ന് മനസ്സിലാക്കണം നിങ്ങൾ. എന്താണ് പ്രോബ്ലം? പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ഇസ് ഈക്വൽ ടു ഇമോഷൻസ്. പ്രോബ്ലം, പ്രശ്നം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല, ദുഃഖം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല, സങ്കടം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല, ബേജാറ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. എല്ലാം ഇമോഷൻസ് ആണ്. പ്രോബ്ലം അല്ല വിഷയം, ഇമോഷനാണ് വിഷയം. ഇമോഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഞ്ചിന്റെ ഉള്ളിലാണ്, അല്ല നമ്മുടെ ഉള്ളിലാണ് അത് ഫീൽ ചെയ്യുക. ഒരു കുട്ടി അവിടെ വീണ് കിടക്കുന്നു, ഒരു കുട്ടി അവിടെ ആക്സിഡന്റ് പറ്റുന്നു,
അതൊരു പ്രോബ്ലമാണ്. പക്ഷെ ആ പ്രോബ്ലത്തിന്റെ ഇമോഷൻ ആ കുട്ടിന്റെ ഉമ്മാക്കേ വരുന്നുള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ സിമ്പിൾ ആയിട്ടാ വരുന്നത്. സത്യം. യെസ്, റൈസ പറയാണ്, കേക്കെ പറയാൻ സത്യമാണ്. നിങ്ങൾ 5-6 ഉമ്മമാർ ഇവിടെ ഇരിക്കുകയാണ്, 5-6 ഉപ്പമാർ ഉക്കുകയാണ്. നിങ്ങൾ ഒരു യാത്ര പോയതാണ്, ടൂർ പോയതാണ്, അവിടെ ഒരു കുട്ടി വീഴാണ്, കുട്ടി നിലത്ത് ഊഞ്ഞാല ചാടിയിട്ട് വീഴാണ്. എല്ലാവർക്കും വിഷമൊക്കെ ഉണ്ടാവും, അതൊക്കെ ശരി. പക്ഷെ ആ കുട്ടിന്റെ ഉമ്മാക്കാണ് യഥാർത്ഥ വിഷമം ഉണ്ടാവുക, ബേജാറുണ്ടാവും. എന്റെ കുട്ടി റബ്ബേന്ന് പറഞ്ഞ് ഓടിപ്പോകും. ആര്? ഉമ്മ, പാപ്പ. അപ്പൊ പ്രോബ്ലം പുറത്ത് നടക്കുന്ന ഇമോഷൻ എന്ന് പറയുന്നത് ഉള്ളിൽ നടക്കുന്ന ഒരു സാധനമാണ്, അല്ലെ? അപ്പൊ ഞാനിപ്പോ നമ്മളിങ്ങനെ പോകുമ്പോ നമ്മളെ വണ്ടി തട്ടുന്നു, ആക്സിഡന്റ് ആവുന്നു. വണ്ടി ആക്സിഡന്റ് ആകുമ്പോ ആ വണ്ടിയിലെ 5 ആളുകൾ ഉണ്ടെങ്കിൽ അതിൽ ഇമോഷൻ ഏറ്റവും കൂടുതൽ ആർക്കാ വരിക? വണ്ടിന്റെ ഓണർക്കാ വരിക, വണ്ടിന്റെ മുതലാളിക്ക് വരിക. ഞാനിങ്ങനെ കോഴിക്കോട് പോയി. അപ്പോ ഞാനിപ്പോ ഇന്നാളിപ്പോ കോഴിക്കോട് കുറച്ച് മുമ്പ് ഇപ്പൊ ഷിയാബ് ഡോക്ടർ ഉണ്ട്, എനിക്ക് ഖത്തറിലുള്ള ഷിയാബ് ഡോക്ടർ. അപ്പൊ കോഴിക്കോട് നിന്ന് ഇപ്പൊ മൂപ്പര ഞങ്ങളിങ്ങനെ വരികയാണ്. അപ്പൊ ഞാന് സൽമാന് ഷിയാബ് ഡോക്ടർ ഉണ്ട്, രാത്രിയാണ്. അപ്പൊ അങ്ങനെ വന്നിട്ട് ആ ജയിലിന്റെ അവിടെ വെച്ചിട്ട് വണ്ടി നിർത്തിയിട്ട വണ്ടിക്ക് വന്നിട്ട് ഒരാൾ വണ്ടി ഇടിച്ചിട്ട് വണ്ടിന്റെ മുന്നൊക്കെ ആകെ തമ്പറായി. നമ്മളെന്തോ സാധനം വാങ്ങാൻ വേണ്ടി പോയി തിരിച്ചു വന്ന് നോക്കിയപ്പോ വണ്ടിയൊക്കെ ആകെ ഇടിച്ച് റെഡി ആയി. അപ്പൊ ഞാനിങ്ങോട്ട് പുറത്തിറങ്ങി, അപ്പോഴേക്കും അവരോട് സംസാരിക്കണ്, മഴയത്ത് പുറത്തിറങ്ങി എന്തോ ഒരു ഉഷാറെന്ന് പറയാം. ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. എനിക്കെന്നെ എന്നെ കണ്ടിട്ട് ഭയങ്കര മതിപ്പാണ്, എന്തോ ഒരു ആക്റ്റീവ് അറിയോ. കാരണം എന്താ, എന്റെ വണ്ടിയല്ല, ഞാൻ ഭയങ്കര സംഭവം. പക്ഷെ ആ ഡോക്ടർ ഇങ്ങനെ എന്താ ചെയ്യാ. അപ്പൊ അങ്ങനെ വേറെ വണ്ടി വരുന്നത്, അവരോട് സംസാരിക്കണ ഭയങ്കര ഡീൽ ചെയ്യുന്നതിൽ ഇങ്ങനെ സൂപ്പർ ആയിട്ട് എന്ത് ചെയ്യാണ്, ഞാൻ സ്റ്റാർ ആയിട്ട് ഇങ്ങനെ സംസാരിക്കാണ് അവരോട്. അതേ സാധനം കുറച്ചു കാലം കഴിഞ്ഞിട്ട് എന്റെ വണ്ടി വേറെ ഓടെ തട്ടി. അപ്പൊ എനിക്ക് ഇത്ര ഉഷാറില്ല. അപ്പൊ എന്താ, ഇമോഷൻസിന്റെ സാധനമാകുമ്പോ നമുക്ക് എന്താവും, ഇമോഷൻ കൂടും. അപ്പൊ പ്രോബ്ലം എന്ന് പറഞ്ഞത് എക്സ്റ്റേണൽ ഫാക്റ്റ് അല്ല, അത് ഇമോഷൻസ് ആണ് സാധനം. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒരു ലൈഫ് മാസ്റ്ററി നോളജ് ആണ് ഷെയർ ചെയ്യണത്. നമ്മൾക്ക് എന്ത് പ്രോബ്ലം വന്നു കഴിഞ്ഞാലും ആ പ്രോബ്ലം നമ്മുടെ ശരീരത്തിലെ, നമ്മുടെ മനസ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ തന്നെയാണ് അത് ഉണ്ടായത്. അത് നമ്മുടെ ശരീരത്തിലെ ചില പ്രത്യേക പാർട്ടുകളിൽ ആ ഇമോഷൻ അവിടെ ഉണ്ടാവും. അത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് തലമലേക്കാരം, ചില ആൾക്കാർക്ക് നെഞ്ചുമലേക്കാരം, ചിലപ്പോൾ ഇവിടെയേക്കാരം, ചിലപ്പോൾ വയറുമലേക്കാരം. നിങ്ങൾക്ക് എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും അത് ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് അതെന്തുണ്ടാവും, പ്രശ്നമായിട്ട് അവിടെ എങ്ങനെ ഉണ്ടാവും. ഒന്നാമത്തെ ടെക്നിക്ക് നിങ്ങൾക്കൊരു പ്രോബ്ലം വരുമ്പോൾ ആ പ്രോബ്ലം എവിടെയാണ് നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്ത് നിൽക്കുന്നത്, അതിന്റെ ഇമോഷൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്ത് നിൽക്കുന്നത്, നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് ശാന്തമായിട്ട് ആ ഭാഗത്തേക്ക് 4 മിനിറ്റ് നോക്കി നിന്ന് കഴിഞ്ഞാൽ അത് മെല്ലെ എങ്ങനെ ഡിസ്പ്യൂട്ട് ചെയ്തുകൊണ്ട് അത് മെല്ലെ ഇല്ലാതായി കുറഞ്ഞു വരും. നമ്മൾ അങ്ങോട്ട് നോക്കാതിരുന്നു കഴിഞ്ഞാൽ അതിങ്ങനെ ഒച്ചപ്പാടും പാടുണ്ടാവും. നമ്മളിങ്ങനെ ചൂടാകണ ഭയങ്കര ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്ന ഒരാൾ, നമ്മൾ അവരെ മെയിൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ പറഞ്ഞു കൊടുക്കും, നമ്മൾ വെറുതെ അവരിങ്ങനെ നോക്കിക്കാണ്. പുതിയാപ്പിള ഭയങ്കര ചൂടാവില്ല, എന്താ അത് നന്നാക്കിക്കോണം. അങ്ങനെ പെണ്ണുങ്ങൾ മൊത്തക്ക് ഇങ്ങനെ നോക്കിയാൽ കുറച്ച് കഴിയുമ്പോൾ എന്താവും, ശാന്തമാവും, നാണം വന്നത് ഇന്നമാതിരി നമ്മളെ ഇമോഷന്റെ നാണം വരും, നമ്മൾ ഇങ്ങനെ നോക്കി. ഇതാണ് ഒന്നാമത്തെ ടെക്നിക്ക്. രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇത് എല്ലാവർക്കും എന്താവൂല, പെട്ടെന്ന് എഫക്റ്റ് ആവില്ല, കാരണം കുറെ നോക്കി ശീലമുള്ള ആളുകൾക്ക് ലൊക്കേഷൻ കണ്ടുപിടിക്കാനും ഡയഗ്നോസ് ചെയ്യാനും കഴിയും. രണ്ടാമത്തെ സാധനം, നിങ്ങൾ ആ ഇമോഷനിലേക്ക് നോക്കിയിട്ട് അവിടേക്ക് നോക്കിയിട്ട് പൊട്ടിച്ചിരിക്കുക എന്നുള്ളതാണ്. ഒരു സിമ്പിൾ ടെക്നിക്കാണ്. അങ്ങോട്ട് നോക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കുക. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്ക് റൂമൊക്കെ അടിച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്താൽ മതി, അല്ലെങ്കിൽ വേറെ പല പ്രശ്നങ്ങളും ഉണ്ട്. വേറെ ഒന്നുമല്ല, ഒന്നും കരുതണ്ട. നിങ്ങള് ആൾക്കാരുടെ നിന്നൊക്കെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് നിങ്ങൾക്ക് ദർജ കയറ്റം കിട്ടും. അപ്പൊ രണ്ടാമത്തെ ടെക്നിക്കാണ് അത് പൊട്ടിച്ചിരിക്കുക എന്നുള്ള. ലൊക്കേഷൻ നോക്കിയിട്ട് അതിന് അസുഖം മാറണില്ലെങ്കിൽ എന്ത് ചെയ്യാം, പൊട്ടിച്ചിരിക്കാം. നോക്കൂ, പൊട്ടിച്ചിരിക്കാൻ മടിയാണ്, അല്ലെങ്കിൽ അതിനുള്ള ചാൻസ് കിട്ടുന്നില്ല എങ്കിൽ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത്, പ്രോബ്ലംസ് ഈസ് എക്സ്റ്റേണൽ. വാട്ട് ഈസ് എ പ്രോബ്ലം? പ്രോബ്ലം ഈസ് എ ഇമോഷൻ ദാറ്റ് ഈസ് ലൊക്കേറ്റിംഗ് ഇൻ യുവർ ബോഡി. നിങ്ങൾ അവിടേക്ക് നോക്കുന്നു, യു ലുക്കിംഗ് ടുവേർഡ്സ് ദാറ്റ് ലൊക്കേഷൻ. എന്നിട്ട് അതിനുശേഷം ദെൻ ലാഫിങ്, ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുന്നു, എന്നിട്ടും മാറണില്ല, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് കോട്ടുവായ ഇടുക എന്നുള്ളതാണ്. കോട്ടുവായ ഇടുക, വായ അങ്ങോട്ട് തുറന്നു പിടിച്ചിട്ട് ആ ഭാഗത്തെ ഫീൽ ചെയ്തിട്ട് വായ തുറന്നു വെക്കുക, വലിയ വായ, കാനവായ ആക്കി വെച്ചിട്ട് അങ്ങോട്ട് കോട്ടുവായിട്ട് കഴിഞ്ഞാൽ ഇമോഷൻസ് അങ്ങനെ റിലീസ് ചെയ്തിട്ട്
ഇത് ഇടക്കിടക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നസ് ആയിക്കൊണ്ടാണ്. ഇനി പറയാനുള്ളത് അത് മതി ഇൻഷാ അല്ലാഹ്. അത്രയും കാര്യങ്ങളൊക്കെ കുറെ സമയമായിട്ടുണ്ട്. ഇനി ആരും ഗൂഗിൾ മീറ്റ് ഒന്ന് വെച്ചാൽ വരൂല. ഈ ടെക്നിക്കുകളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ. ലൈഫ് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആനക്കാര്യമൊന്നുമല്ല, വളരെ സിമ്പിളാണ്. നമ്മളതിനെ വെറുതെ സംഭവമാക്കുക, സിമ്പിളായ കാര്യത്തെ സംഭവമാക്കണം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക്, ഇന്ന് സൂചിപ്പിച്ച വിഷയങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ഒന്ന് സുഹബത്തിന്റെ കാര്യം പറഞ്ഞു, പിന്നെന്താ നമ്മൾ സൂചിപ്പിച്ചത്, രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് സുഹബത്തിന്റെ കാര്യം പറഞ്ഞു, പിന്നെ ഹാപ്പിനെസ് എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞു. കുറച്ചും കൂടി ടൈം എടുക്കണം. പക്ഷെ എല്ലാവർക്കും എന്താ വെച്ചാൽ പലരും പല തിരക്കുള്ളവരൊക്കെ ആയിരിക്കാം. അപ്പൊ അങ്ങനെ വന്നു നോക്കിയതേക്കാരം എന്താ അവിടെ പരിപാടി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾക്ക് ഞാനിപ്പോ ഈ ഒരു പ്രോഗ്രാം വെക്കുന്നതിന്റെ മറ്റൊരു ഉദ്ദേശം കൂടി, ദുരുദ്ദേശം കൂടി ഉള്ളത് നിങ്ങൾക്കറിയാവുന്നതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൊറോണയുടെ സമയത്ത് ഒന്ന് രണ്ട് ആളുകൾ എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളെ ബുഷറാത്ത, അതുപോലെ നമ്മളെ ഹനിയ ഹനി നമ്മളെ ഹനിയ ജലി എന്ന് പറഞ്ഞ കുട്ടീന്റെ ഉമ്മ, അവരൊക്കെ നമ്മളോട് ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും കോഴ്സ് നടത്തണ്ടേ എന്നൊക്കെ പറഞ്ഞാൽ കുറെ ആൾക്കാർ ഇങ്ങനെ കോഴ്സ് ചെയ്തതിന്റെ ഭാഗമായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് ആളുകൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു കോഴ്സാണ് ഹസ് എന്ന് പറഞ്ഞ കോഴ്സ്. അപ്പൊ അത് ഒരു ബാച്ച് കഴിഞ്ഞു, അന്ന് എല്ലാവരും ഫ്രീ ആണ്. അപ്പൊ ഭയങ്കര റിസൾട്ട് ഒക്കെ പറയുന്നത്, എന്താ അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ റിസൾട്ട്. അങ്ങനെ ഞാനും അത് പ്രാക്ടീസ് ചെയ്തു, എന്റെ സ്റ്റുഡൻസ് അത് പ്രാക്ടീസ് ചെയ്തു. രണ്ടാമത്തെ ബാച്ച്, ഇപ്പൊ ഇതിൽ ഹസ് ചെയ്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും. മൂന്നാമത്തെ ബാച്ച്, അങ്ങനെ ബാച്ച് കൂടി 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 പോയി. നാലാമത്തെ ബാച്ച് ഇപ്പൊ മലേഷ്യ പറഞ്ഞ 33 ബാച്ചായി അത്. അങ്ങനെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങോ വർക്കോ നമ്മളും കുറച്ച് നമ്മൾ ബന്ധപ്പെട്ട ആൾക്കാർ എന്നിട്ട് മെസ്സേജ് അയക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് 33 ബാച്ച്. അതിൽ ഒരുപാട് എനിക്ക് സൗഹൃദങ്ങൾ ഉണ്ടായി, ഒരുപാട് ആളുകൾക്ക് ലൈഫിൽ ട്രാൻസ്ഫോർമേഷനും റിസൾട്ട്സും ഉണ്ടായി, ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായി. ചെറിയ സാധനമാണ് പക്ഷെ ഭയങ്കര റിസൾട്ട്. അത് വാട്സപ്പിലാണ് ആ സാധനം. വാട്സപ്പിൽ 2 ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് വാട്സപ്പിലാണ് അതിന്റെ സാധനങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ വേറെ ടീം അങ്ങനെ അത് ബന്ധപ്പെട്ടിട്ട് അവർ പറഞ്ഞു, ഈ സാധനങ്ങൾക്ക് ഒന്ന് സ്റ്റാൻഡേർഡ് ആയിട്ട് ഒന്ന് ഉഷാറായിട്ടൊന്ന് ചെയ്തൂടെ. വാട്സപ്പിൽ ഞാൻ അങ്ങനെ തൊള്ളി തോന്നി വോയിസ് ആയിട്ട് ഒട്ടിച്ചാണ്. അപ്പൊ എന്ത് ചെയ്തു, ഇപ്പൊ ഒരു മാസം 1-2 മാസമായിട്ട് അതിന്റെ പിന്നിൽ പണിയെടുത്തിട്ട് ആ വോയിസുകൾ ഫുള്ള് ഡിലീറ്റ് ആക്കിയിട്ട് പുതിയ വോയിസ് റെക്കോർഡിങ് ചെയ്തു. അതൊരു ആപ്പിന്റെ കീഴിലേക്ക് കൊണ്ടുവന്നു. ഒരു ആപ്പിലേക്ക് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ആക്കി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആ കോഴ്സിനെ നമ്മൾ ഡിസൈൻ ചെയ്ത് റിസൾട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സാധനമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോ അത് സീരിയസ് ആയിട്ട് അതിന്റെ ഒരു ടീം അതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ ശക്തമായിട്ട് അതിന് മെന്റേഴ്സ് ഉണ്ടാവും. അങ്ങനെ അത് ആപ്പിലാണ് ഇട്ടത്. നമുക്ക് എത്ര സമയം വെച്ചിട്ട് നമുക്കത് ചെയ്യാം. വാട്സപ്പ് അല്ല, അതിന് അപ്ഡേഷൻ വരുത്തി അപ്ഡേറ്റ്സ് ആക്കിയിട്ടുണ്ട്. കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഹസ് എന്ന് പറഞ്ഞ കോഴ്സ് തന്നെ നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ താല്പര്യമുള്ള ആളുകൾക്ക് 3000 രൂപയോളം അതിന് ഫീസ് വരുന്നുണ്ട്. നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡിലാണ് അതിനെ ഔട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. പക്ഷെ ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഈ വെബിനാറിൽ പങ്കെടുത്ത ആളുകൾക്ക് അപ്പൊ ഉടനെ അത് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ വെറും 999 ആ കോഴ്സ് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പൊ സ്റ്റാർട്ടിങ്ങിലായിരിക്കും ഈ ഒരു ഓഫർ ഉണ്ടാവും. പിന്നെ നമ്മൾ എന്തായാലും റേറ്റ് കൂട്ടും, വേണ്ടവർ ചെയ്താൽ മതി എന്നുള്ളതാണ്. അതിൽ നിന്ന് കിട്ടിയിട്ട് കഞ്ഞി കുടിക്കേണ്ട ഒരു അവസ്ഥ ഇല്ലാത്തത് കൊണ്ട് വേണ്ട ആളുകൾ, ഇപ്പൊ എത്ര ആളുകൾ, 500 ആളുകൾ മുമ്പ് ചെയ്തവരത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളോട് ബന്ധപ്പെട്ട ആളുകളിലേക്ക് ഈ സാധനം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് കൃത്യമായി റിസൾട്ട് ഉണ്ടാവും, മെന്റർ ഉണ്ടാവും. വളരെയധികം എഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാധനമാണ്. വ്യത്യസ്തമായ കോഴ്സുകൾ വരാൻ പോകുന്നുണ്ട്, മൈൻഡ്ഫുൾനെസ് വരുന്നുണ്ട്, എല്ലാം സിസ്റ്റമാറ്റിക് നടക്കണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇൻട്രൊഡ്യൂസിങ് കൂടിയാണ് ഇപ്പോൾ. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകൾക്കും ഉടനെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 999, ഇപ്പൊ ഇതിലൊരു ലിങ്ക് നമ്മൾ എന്ത് ചെയ്യും, ആ താല്പര്യമുള്ള ആളുകൾ, കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ട ആളുകൾ ആ ലിങ്കിൽ പോയിട്ട് വാട്സപ്പ് നിങ്ങളെ ഗ്രൂപ്പിൽ എന്ത് ചെയ്യും, അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം. അപ്പൊ ആ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. അപ്പൊ അതിൽ ഒരുപാട് പുതിയ പുതിയ സാധനങ്ങളുടെ ലൈഫിൽ ഇതിൽ കോഴ്സിൽ പങ്കെടുക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ പൊന്തിക്കുകയോ ഹായ് എന്ന് പറയുകയോ ചെയ്യാം. മുമ്പ് ഹസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ഹായ് എന്ന് പറയുക, അല്ലെങ്കിൽ മീ എന്ന് പറയാം. യെസ്, റിയാസ് പൊഴിയിലുണ്ട്, ഷബീർ ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ മീ, ഓക്കെ ഗുഡ് 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 ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനം ലൈഫിൽ അത് നഷ്ടാവില്ല. അത് ഒരു ക്ഷണമാണ്, നിങ്ങളുടെ ലൈഫിലെ ഒരു പുതിയൊരു സഹവാസത്തിലേക്കുള്ള ക്ഷണമാണ്.
അത് കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ വേറൊരു കോഴ്സ് നടത്തി. അങ്ങനത്തെ അതിൻ്റെയൊക്കെ ഒരു കമ്മ്യൂണിറ്റി ഇപ്പോഴും വാട്സപ്പ് ഗ്രൂപ്പായിട്ട് അതിൽ സ്ഥിരമായി ക്ലാസ്സുകളൊക്കെ ആയിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ള ആളുകൾ ലൈഫിൽ നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്ന ആൾ തീർച്ചയായിട്ടും നിങ്ങൾ പങ്കെടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ലൈഫിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും. മാറ്റം നമ്മൾ പണിയെടുത്താൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സ്വപ്നം കണ്ടാലത് വരുന്നാലൊന്നും മാറ്റം ഉണ്ടാവില്ല. പണിയെടുക്കണം. പണിയെടുത്തു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവും. അപ്പൊ ഇൻഷാല്ലാ ആ ഒരു വർക്കിലേക്കുള്ള ഒരു ക്ഷണം കൂടി ആയിരിക്കരുത്. ഇനി പങ്കെടുത്താലില്ലെങ്കിൽ ഒന്ന് പറഞ്ഞ ക്ലാസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈഫിൽ അപ്ലൈ ചെയ്യുക. ലൈഫിൽ അത് പ്രാക്ടിക്കലാക്കി കൊണ്ടുവരിക, പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യാതെ മാറ്റം കൊണ്ടുവരാനുള്ള അലാവുദ്ദീൻ്റെ അത്ഭുതങ്ങൾക്ക് എൻ്റെ കയ്യിലില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും സമയം ക്ഷമയോടെ സന്തോഷത്തോടെ കേട്ടിരുന്ന നിങ്ങളെ ഹൃദയം കൊണ്ട് ഞാൻ ഓർക്കുകയാണ്. നിങ്ങൾക്ക് നന്ദി പറയുക. അപ്പോ ശുഭം, സന്തോഷം. 8:50 ആയിട്ടുണ്ട്. 1 മണിക്കൂറാണ് കറക്റ്റ് ഞാൻ കരുതിയിട്ടുള്ളത്. ഈ ക്ലാസ്സിലെ നോളജുകളൊന്ന് എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്ത എൻ്റെയും നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. നിങ്ങളുടെ പരിചയത്തിൽ നിങ്ങൾക്ക് സ്നേഹമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന, പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണിത്. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടായിരിക്കും നടത്തുക. ഓക്കെ, എല്ലാവർക്കും സ്നേഹം, സന്തോഷം, ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളും ദിവസങ്ങളും എൻ്റെയും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, സ്നേഹത്തോടെ സന്തോഷത്തോടെ മുത്തുൽ ഹക്കാൻ്റെ ടീം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, ഇനി എന്തെങ്കിലും പറയാനുള്ളവർക്ക് പറയാം, ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാം. ഇല്ലെങ്കിൽ നന്ദി പറച്ചിലോടുകൂടെ നമ്മുടെ ഇന്നത്തെ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ജസാക്കുമുല്ലാഹ്. ആർക്കെങ്കിലും ഫീഡ്ബാക്ക് ആരെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഓക്കെ 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 ഫീഡ്ബാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ സെഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് രണ്ടാള് പറയാം. വോയിസിൽ വന്നിട്ട് തന്നെ പറഞ്ഞോളൂ. നമ്മള് ഇത്രയും നേരം ഒരു കഴിവില്ലാത്ത ഞാൻ സംസാരിച്ചില്ലേ, അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്തായാലും ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്, നിങ്ങൾ എന്താണ് ഈ സെഷനിൽ നിന്ന് അബ്സോർവ് ചെയ്തെടുത്തത്, അല്ലെങ്കിൽ എന്താണ് ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു വോയിസ് ആയിട്ടാണ് പറയാൻ നല്ലത്. കുറെ ആയി ഇങ്ങനെ ഒരു ക്ലാസ് കേട്ടിട്ട്, അടിപൊളി, സന്തോഷം. റഷീദ് വോയിസ് ആയിട്ട് തന്നെ പറഞ്ഞാൽ വളരെ സന്തോഷം. അറിയാത്ത ആളുകൾ എഫക്റ്റീവ് റിസൾട്ട് ആസ് ഓൺലൈനിൽ എഫക്റ്റീവ് റിസൾട്ട് കിട്ടും. അതാണ് നമ്മളുടെ എക്സ്പീരിയൻസ്. ഒരുപാട് കോഴ്സ് നടത്തി, പക്ഷെ അതിന്റെ മാതൃ കോഴ്സ് ഹസ്സാണ്. തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. നല്ലൊരു ക്ലാസ് ആയിരുന്നു. വളരെ സന്തോഷം. ജസാക്കുമുല്ലാഹ്. താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒരുപാട് കുറച്ച് സമയം നല്ല നല്ല പോയിന്റുകൾ കിട്ടി. അടിപൊളിയായിട്ടുണ്ട് ക്ലാസ്. ഓക്കെ, താങ്ക് യു. എന്താ പേരും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമായിരുന്നു. പറയുമ്പോ പേര് പറഞ്ഞിട്ട് പറയാം. എന്റെ പേര് സുലൈഖ. ഓക്കെ, സന്തോഷം. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാല് ഹാപ്പിനെസ് തിരികെ കൊണ്ടുവരാന്നുള്ളത് മനസ്സിലായി. അപ്പൊ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. എന്റെ പേര് അസ്മാബി, പെരിന്തൽമണ്ണ എന്നാണ് കണക്ട് ആയിട്ടുള്ളത്. ഉസ്താദിന്റെ ക്ലാസ് ഫസ്റ്റ് ടൈമാണ് കേൾക്കണേ. വളരെ സന്തോഷമായി. കുറേ കാര്യങ്ങൾ മനസ്സിലായി. 1-2 കാര്യങ്ങളല്ല, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. എന്തായാലും അള്ളാഹു നമുക്ക് ഹൈറും ബർക്കത്തും തരട്ടെ. ആമീൻ. താങ്ക് യു അസ്മാബി. ഒരുപാട് നിങ്ങൾക്കും ഹൈറും ബർക്കത്തും ഉണ്ടാവട്ടെ. ജീവിതത്തിൽ ഒരുപാട് പുരോഗതികൾ ഉണ്ടാവട്ടെ. ആമീൻ. ജസാക്കില്ല അസ്മാബി. എനർജിയുള്ള ക്ലാസ്. സന്തോഷം. എന്താണ് ജമീല, സജിന. ഓക്കെ, റെക്കോർഡ് കിട്ടുമെന്നുള്ളത് മിനത്തുള്ള പറയും. മിനത്തുള്ളയാണ്. കോഴ്സിനെ അടുത്ത നെക്സ്റ്റ് കോഴ്സിനെ പറ്റി അറിയാൻ എങ്ങനെയായിരുന്നു? നമ്മളാ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പൊ നിങ്ങൾക്ക് ലിങ്ക് കിട്ടിയില്ല, ഗ്രൂപ്പിൽ ഉണ്ടാവും കോഴ്സിനെ കുറിച്ചൊക്കെ, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഗ്രൂപ്പിൽ ഇടുന്നതാണ്. എന്റെ പേര് സെൽവ, കോഴിക്കോടാണ് വീട്.
അപ്പൊ ഉം. ഞാൻ ഇങ്ങനെ കുറെ ക്ലാസ് എല്ലാം ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നല്ലാണ്ട് കേറലില്ല. അപ്പൊ ഇത് കേറി നോക്കുമ്പോ കേറിപ്പോയി. ഭയങ്കര കേറിപ്പോയി. ഞാൻ വേഗം എനിക്ക് അത്ര അറ്റൻഷൻ ഉണ്ടാവില്ല. പക്ഷെ മാഷാഅല്ലാ നല്ല ക്ലാസ് ആയിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങള് ലാഗൊന്നും ഇല്ലാണ്ട് നമുക്ക് ബോറടിക്കാണ്ട് കുറെ കാര്യം കിട്ടിയ പോലെ തോന്നും. താങ്ക് യു സർ. വെൽക്കം വെൽക്കം. ജസാക്കില്ല. താങ്ക് യു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാ. ഞാന് ഇപ്പോ എന്റെ പേര് മുനവർ ഹിഷാം. ഞാന് എന്താ പറയാ, ഞാന് നാട്ടില് കൊണ്ടോട്ടിയാണ് വീട്. അപ്പോ ഞാനിപ്പോ പുറത്ത് വേറെ ജോലി ചെയ്യാൻ വേണ്ടി വന്നു. അറിയില്ലായിരിക്കും. പിന്നെ അപ്പോ ഞാനിപ്പോ ഇങ്ങനെ പുതിയതായിട്ട് ഒരു ജോലിക്ക് കയറിയതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിങ്ങനെ ഈ ടോപ്പിക് കേട്ടപ്പോ എന്താ കേൾക്കണം എന്നൊക്കെ കറക്റ്റ് ആയിട്ട് അത് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും അതൊക്കെ എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടി. ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ക്ലാസ് ചെയ്തു കുറെ കാലമായിട്ട്, ഒരു മാസം 1.5 മാസമായി. ഏതായാലും നന്നായി അൽഹംദുലില്ലാഹ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇൻഷാല്ലാ പറ്റുമെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്യും. ഓക്കെ, ഇൻഷാല്ലാ. ഓക്കെ ഓക്കെ. ഓ, സെൽവൻക്ക് മനസ്സിലായി. ഓക്കെ, ഖദീജ. നല്ല ക്ലാസ് ആയിരുന്നു. നല്ല റബീനത്തെ. കൊറേ കാലത്തിന് ശേഷമാണ് ഞാൻ ക്ലാസ്സിൽ കയറുന്നത്. മാഷാഅല്ലാ, മാഷാഅല്ലാ. ഒരുപാട് മനസ്സിന് സൗണ്ട് കുറെ കേട്ടതിൽ വളരെ സന്തോഷം. അങ്ങനെ അൽഹംദുലില്ലാ നല്ല ഓക്കെ, റാഹത്തായി. മാഷാഅല്ലാ, മാഷാഅല്ലാ. പിന്നെ നമ്മളൊരു ഫാമിലി സൗഹൃദാണ്. ഞാനൊന്ന് അപ്പൊ ഇറങ്ങിക്കോട്ടെ. എല്ലാരും ഇറങ്ങാൻ പോവാണ് ഇൻഷാല്ലാ. അപ്പോ റാഹത്താവട്ടെ എല്ലാവർക്കും, കൂടുതൽ ഇത് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കട്ടെ. വേറെ ആർക്കെങ്കിലും പറയാണ്ടെങ്കിൽ പെട്ടെന്ന് 1-2 മിനിറ്റ് കൊണ്ട് പറയാം. ആരെങ്കിലും പറയാൻ വേണ്ടി ഇങ്ങനെ കരുതിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പറയാം. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഞാൻ ഹാദിയ CSC ട്രെയിനിങ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അവിടെ നിന്നാണ് ഉസ്താദിന്റെ ക്ലാസ് കേൾക്കുന്നത്. അന്ന് മുതൽ ഉസ്താദിന്റെ ഫാൻ ആളാണ്. യൂട്യൂബിലാണെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ട്. ഒരുപാട് കളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളായിരുന്നു. അതേപോലെ പിന്നെ ടെൻഷൻ വരും. ഇതിനൊക്കെ ഇപ്പൊ കുറെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പ്രാർത്ഥനയിലെ കുറിച്ചെടുക്കണം ചെയ്യാൻ. ആമീൻ ആമീൻ. താങ്ക് യു ജസാക്. താങ്ക് യു. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.